മഴയുടെ ഉപദ്രവം കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. സാരമില്ല, ഒരു ചെറിയ ഞെരുക്കം. എന്തായാലും ഈ ഞെരുക്കമൊക്കെ ഇതിൻ്റെ ഭാഗമാണ്, ജീവിതത്തിൻ്റെ ഭാഗമാണ്. പ്രതിസന്ധികളും ഞെരുക്കമെല്ലാം നിങ്ങൾ പരിസരത്ത് ഇവിടെ മഴ കൊള്ളാതിരിക്കാൻ പറ്റുന്ന സ്ഥലം നിങ്ങൾക്ക് ചൂസ് ചെയ്തിരിക്കാം. നമ്മൾ ഈ പ്രതിസന്ധി ആണെങ്കിൽ നമ്മൾ ശുശ്രൂഷ മുമ്പോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ ദൈവവചനത്തോട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം, ദൈവവചനത്തോട് ബന്ധപ്പെട്ട് നമ്മുടെ മുൻഗാമികളെല്ലാം നല്ല ത്യാഗം സഹിച്ചിട്ടുണ്ട്. കഷ്ടതയും ത്യാഗവും ബുദ്ധിമുട്ടെല്ലാം സഹിച്ചാണ് അവർ ദൈവവചനം കേട്ടത്. കഷ്ടതയും ത്യാഗവും ഒക്കെ സഹിച്ച് അവർ ദൈവവചനം കേൾക്കാൻ, ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതരാകാൻ അവരെ ബലപ്പെടുത്തിയത് അവരുടെ ഉള്ളിലുള്ള ബോധ്യങ്ങളാണ്. ഉള്ളിൽ ദൈവം അവർക്ക് നല്ല ബോധ്യങ്ങൾ കൊടുത്തായിരുന്നു. നിയമാവർത്തന പുസ്തകത്തിൽ 32-ാമത്തെ അധ്യായത്തിൽ 45 മുതൽ 47 വരെ വാക്യങ്ങൾ. നിയമാവർത്തന പുസ്തകം 35-ാം അധ്യായം, 32-ാം അധ്യായം, 45 തൊട്ട് 47 വരെ വാക്യങ്ങൾ. ഇങ്ങനെ ഇസ്രായേൽ ജനത്തെ ഉത്ബോധിപ്പിച്ചതിന് ശേഷം മോശ പറഞ്ഞു, ഞാനിന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന ഈ നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കാൻ നിങ്ങളുടെ മക്കളോട് ആജ്ഞാപിക്കുന്നതിനായി അവ നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും, എന്തെന്നാൽ ഇത് നിസ്സാര കാര്യമല്ല, ഇത് നിങ്ങളുടെ ജീവനാണ്. നിങ്ങൾ ജോർദാൻ അക്കരെ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് ദീർഘകാലം വസിക്കുന്നത് ഇത് മൂലമായിരിക്കും. അപ്പം നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ തലമുറകളെല്ലാം ദീർഘകാലം നിലനിൽക്കുന്നത്, ഒരു വംശം ദീർഘകാലം നിലനിൽക്കുന്നത് നമ്മൾ എത്രമാത്രം നമ്മുടെ ഹൃദയത്തിൽ ദൈവവചനം സ്വീകരിക്കുന്നുണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പം അതുകൊണ്ട് ദൈവവചനം സ്വീകരിക്കാൻ നമ്മൾ ത്യാഗങ്ങൾ എടുത്ത് വരുമ്പോഴും ഓരോ ബുദ്ധിമുട്ടുകൾ സഹിക്കുമ്പോഴെല്ലാം സത്യത്തിൽ നമ്മുടെ ജീവിതം ബലിഷ്ഠമാക്കാൻ വേണ്ടിയുള്ള കഷ്ടതകളാണ് നമ്മൾ സഹിക്കുന്നത്. ഒരു ആയുസ് മുഴുവനും ദൈവത്തിൻ്റെ ജനത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് മോശ. മോശ മരിക്കാറായപ്പോൾ മോശയ്ക്ക് വേണമെങ്കിൽ പല ഉപദേശങ്ങൾ കൊടുക്കാമായിരുന്നു. നിങ്ങൾ നല്ല സൈന്യം ഉണ്ടാക്കണം, നിങ്ങൾ നല്ല കോളേജും സ്കൂളുകളും പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നല്ല ട്രെയിനിങ് കൊടുക്കാൻ പറ്റിയ ട്രെയിനിങ് സെൻ്ററുകളൊക്കെ വേണം. അല്ലെങ്കിൽ നല്ല യോദ്ധാക്കളെ പരിശീലിപ്പിക്കണം, ശത്രുക്കളോട് പോരാടാൻ നല്ല പട്ടാളക്കാർ വേണം, അല്ലെങ്കിൽ നല്ല ഭരണകർത്താക്കൾ വേണം, നല്ല ലീഡർമാർ വേണം എന്നൊക്കെ വേണമെങ്കിൽ പറയാമായിരുന്നു. എന്നാൽ മോശ അതൊന്നും പറഞ്ഞില്ല. മോശ അവസാനം ഒറ്റ കാര്യം മാത്രമേ ജനങ്ങളെല്ലാം ഇതുപോലെ അടുത്തേക്ക് വിളിച്ച്, മരിക്കാറായ സമയത്ത് ഇതുപോലെ അടുത്തേക്ക് വിളിച്ച് എന്നിട്ട് പറഞ്ഞ്, ഞാൻ മരിക്കാൻ പോവുകയാണ്, മരിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറയുന്നത് അന്തിമ അഭിലാഷ ഇതാണ്, ഈ ജോർദാൻ കടന്ന് നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിങ്ങളും നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും ദീർഘകാലം ജീവിക്കുന്നത് ഇത് നിമിത്തമായിരിക്കും. ഏത് നിമിത്തമാണ്? ദൈവവചനം. ഞാനിന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന മോശയുടെ നിയമത്തിലെ ഓരോ വാക്കും നിങ്ങളുടെ മക്കളോട് ആജ്ഞാപിച്ച് പഠിപ്പിക്കുന്നതിന് വേണ്ടി അവ നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവിൻ എന്ന് പറഞ്ഞാൽ കാണാതെ പഠിക്കണം, വചനം കാണാതെ പഠിക്കണം, ഹൃദയത്തിൽ വെക്കണം, എന്നിട്ട് അത് സാധിക്കുന്ന പോലെ പരിശീലിക്കണം. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഇത് നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ മക്കൾ അവരുടെ മക്കളോടും വചനം ആജ്ഞാപിച്ച് പഠിപ്പിക്കണം.
വചനം ആജ്ഞാപിച്ച് പഠിപ്പിക്കണം. അതിന് നമ്മൾ വചനം പഠിക്കണം, കാണാതെ പഠിക്കണം, ബൈഹാർട്ട് ചെയ്യണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തിനു വേണ്ടിയാണ് വചനം ബൈഹാർട്ട് ചെയ്യുന്നത്? മോശ പറയുകയാണ്, നമ്മുടെ ആയുധമോ മിസൈലോ നമ്മുടെ ബോംബോ നമ്മുടെ ശത്രു സൈന്യത്തെ നേരിടാനുള്ള യുദ്ധതന്ത്രങ്ങളോ ഇതൊന്നുമല്ല നമ്മുടെ ദൈവജനത്തിൻ്റെ അടിസ്ഥാനം. നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ മക്കൾ ദീർഘകാലം വസിക്കുന്നത് ഇത് നിമിത്തമായിരിക്കും. ഏത് നിമിത്തം? ഈ നിയമത്തിലെ ഓരോ വാക്ക് നിമിത്തം. ദൈവവചനത്തിലെ ഓരോ വാക്കും നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ബൈഹാർട്ട് ചെയ്യണമെന്നാണ് മോശ തൻ്റെ മക്കളോട് പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യെശയ്യാ പ്രവചനത്തിൽ 27-ാം അധ്യായത്തിൽ യെശയ്യാ പ്രവചനത്തിൽ 27-ാം അധ്യായം 11-ാമത്തെ തിരുലിഖിതം. യെശയ്യാ 27:11. മരച്ചില്ലകൾ ഉണങ്ങി ഒടിഞ്ഞു വീഴുന്നു, സ്ത്രീകൾ അത് ശേഖരിച്ച് കത്തിക്കുന്നു. വിവേകം കെട്ട ഒരു ജനമാണിത്. അതിനാൽ അവരുടെ സൃഷ്ടാവിന് അവരുടെ മേൽ കാരുണ്യമില്ല, അവർക്ക് രൂപം നൽകിയവന് അവരുടെ മേൽ പ്രസാദവുമില്ല. വേറൊരു വാക്കി പറഞ്ഞാൽ, വചനം ഇല്ലാത്ത ഒരു കുടുംബം, വചനം ഇല്ലാത്തൊരു ഇടവക, വചനം ഇല്ലാത്തൊരു ജനത്തെക്കുറിച്ച് പറയുന്നത് ഉണങ്ങി ദ്രവിച്ച ഉണങ്ങിയ വറകമ്പ് പോലെയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ വചനം കേൾക്കുകയും വചനം സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ സ്രഷ്ടാവിൻ്റെ മുമ്പിൽ നമുക്കുള്ള സ്വീകാര്യത നമ്മളെ സംപ്രീതരാക്കി മാറ്റും. നമ്മുടെ മക്കൾ വചനം പഠിക്കുന്നത്, ഇപ്പം നമ്മൾ ഇത് ഒരു പക്ഷേ ദൈവത്തിൻ്റെ മക്കൾ കഷ്ടപ്പാട് സഹിച്ച് വചനം പഠിക്കണമെന്ന് അടുത്ത തലമുറയെ പഠിപ്പിക്കാൻ വേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ ഒരു മഴയും കാറ്റെല്ലാം ദൈവം അനുവദിച്ചത്. ഹല്ലേലൂയ. ചെറിയൊരു ഞെരുക്കമുണ്ട്, നമുക്കറിയാം. ആ പ്രതിസന്ധി ഉണ്ടെങ്കിലും എന്തായാലും വചനം കേൾക്കുക തന്നെ, കുഴപ്പമില്ലല്ലോ. നമ്മുടെ മലപ്രദേശത്തുള്ള കുടിയേറ്റ മേഖലയിലുള്ള ഒരുപാട് പേര് ഇതുപോലെ ചെളിയും ചേറും ഒക്കെ ചവിട്ടി മഴയും കാറ്റും മഞ്ഞും കൊടുങ്കാറ്റെല്ലാം കൊണ്ട് അവർ വചനം പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടെന്നറിയോ? അവരിങ്ങനെ വചനത്തിനിങ്ങനെ പോകുന്ന സമയത്ത് തന്നെ അവരുടെ മക്കൾക്ക് അവരൊരു പരിശീലനം കൊടുക്കുകയാണ്. ദൈവവചനം കഷ്ടപ്പാട് സഹിച്ച് പഠിക്കണം, ദൈവവചനം കേൾക്കാൻ കഷ്ടപ്പാട് സഹിച്ച് പോകണം. അപ്പോൾ വചനത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. യെശയ്യാ 27:11. ഈ വചനം ഇല്ലാത്ത ഒരു കുടുംബം, ഒരു ഇടവക, ഒരു വൈദികൻ, ഒരു കുടുംബനാഥൻ എന്ന് പറഞ്ഞാൽ ഉണങ്ങി ഒടിഞ്ഞു വീഴുന്ന വിറകുകമ്പ് പോലെയാണ്. സ്രഷ്ടാവിന് അവരുടെ മേൽ പ്രസാദമില്ല, അവർക്ക് രൂപം നൽകിയതിന് അവരുടെ മേൽ. അപ്പോൾ ദൈവത്തിനൊരു സംപ്രീതി ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ വചനം വേണം. എനിക്ക് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ വന്നപ്പോൾ വലിയൊരു സന്തോഷം തോന്നി. എന്താണെന്നറിയാമോ? ഇവിടെ വചനം കാണാതെ പഠിക്കാൻ ഒരു പ്രോത്സാഹനം കൊടുക്കുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് ദൈവത്തിൻ്റെ ഒരു ഉൾക്കാഴ്ച ഇവിടെയുള്ള പല നേതാക്കന്മാർക്കും മുന്നണി പ്രവർത്തകർക്കും കൊടുത്തു എന്നുള്ളതാണ്. മന്ത്രിത്തരത്തിനൊക്കെ നല്ല നിന്ന് പ്രവർത്തിക്കുന്ന മന്ത്രിത്തത്തിൻ്റെ കൂടെ ഈ അതിരൂപത മുഴുവനും അല്ലെങ്കിൽ പിതാക്കന്മാരുടെ ആശീർവാദത്തോടെ ഒരുപാട് അൽമായ സഹോദരങ്ങളുടെ പിന്തുണയോടെ ഇങ്ങനെ വചനം പഠിക്കാൻ വേണ്ടിയുള്ള വലിയൊരു മൂവ്മെൻറ്റ് നടക്കുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതാണ് ഈ 100 മേനി എന്ന് പറയുന്നത്. 100 മേനി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണിത്. അപ്പോൾ അതുകൊണ്ട് ഞാനിതിനെക്കുറിച്ച് വെറുതെ ഇന്നെന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് മന്ത്രിതരത്തിൽ പറയുന്നത്, ഈ വചനം പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം സമ്മാനം കൊടുക്കുന്നുണ്ട്. ഒരു 100 വചനം കാണാതെ പഠിച്ചാൽ അവർക്കെല്ലാം സമ്മാനം. അതുപോലെ ചില സങ്കീർത്തനങ്ങളൊക്കെ കാണാതെ പഠിച്ചാൽ ആ സങ്കീർത്തനങ്ങൾ കാണാതെ പഠിക്കുന്ന എല്ലാവർക്കും 2000 രൂപ വെച്ച് സമ്മാനം കൊടുക്കുന്നതായിട്ടാണ് പറയുന്നത്. എത്ര പേര് പഠിച്ചാൽ അത്രയും പേർക്ക്, 500 പേര് പഠിച്ചാൽ 500 പേർക്ക് 2000 രൂപ സമ്മാനം കൊടുക്കുന്നു എന്ന് ഞാൻ കേട്ടു. അപ്പോൾ വചനം പഠിപ്പിക്കാൻ വേണ്ടിയുള്ള വലിയൊരു ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ പോലെ എനിക്ക് അനുഭവപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കല്ലത് ഓരോന്നും മേടിച്ചു കൊടുക്കുക. എല്ലാവർക്കും ഏത് സ്ഥലത്ത് പെട്ടവർക്കും ഇതിനകത്ത് വചനം പഠനത്തിൽ ചേരാം. അത് വലിയൊരു കാര്യമാണത്. പ്രൈസ് ദി ലോർഡ്.
അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നിങ്ങളെ ഞാൻ സന്തോഷപൂർവ്വം പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ഇന്നും നാളെയുമായിട്ട് ഒഴിവനുസരിച്ച് നിങ്ങൾക്ക് ഇത് ഓരോന്നും കിട്ടും. അത് 50 രൂപ കൊടുത്ത് വാങ്ങിച്ചാൽ ഇതിനകത്ത് മുഴുവനും വചനങ്ങളാണ്. ഈ വചനങ്ങൾ കാണാതെ പഠിച്ചാൽ ചെറിയൊരു എക്സാം ഉണ്ടാവും. അതിൽ 100 വചനം കാണാതെ എഴുതിയാൽ അപ്പം നിങ്ങൾക്ക് അവർക്കെല്ലാം സമ്മാനമാണ്. ഒരു 2-3 സങ്കീർത്തനങ്ങളുണ്ട്. ഒരു 100-107 വചനമുണ്ട് സങ്കീർത്തനങ്ങൾ. അത് കാണാതെ പഠിച്ചാൽ 2000 രൂപയാണ് ഒരു സൺഡേ സ്കൂൾ കുട്ടികൾക്ക് സമ്മാനമായി കൊടുക്കുന്നത്. അത് സൺഡേ സ്കൂൾ കുട്ടികൾക്കാണ് സങ്കീർത്തനങ്ങൾ പഠിച്ചാലുള്ള സമ്മാനം. 2000 രൂപ സമ്മാനം സൺഡേ സ്കൂൾ കുട്ടികൾക്കാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പുസ്തകമാണ് ഈ 100 മേനി എന്ന് പറയുന്നത്. അത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിലുള്ള വലിയൊരു മൂവ്മെൻ്റാണ്. അത് എനിക്ക് വളരെ നന്നായി തോന്നിയതുകൊണ്ട് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഞാനന്ന് എടുത്തു എന്നേ ഉള്ളൂ. അത് ഇന്ന് സമയം ഇങ്ങനത്തെ സാഹചര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിച്ച് മേടിക്കുക. ഇല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും കുട്ടികൾക്കും യുവജനങ്ങൾക്കും എല്ലാ ഇത് മുതിർന്നവർക്കും പ്രായമുള്ളവർക്കെല്ലാം ഇതിനകത്ത് പങ്കുചേരാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് 50 രൂപയാണ്. നിങ്ങൾ വാങ്ങിച്ച് അത് പഠിച്ച് സമ്മാനങ്ങൾ വാങ്ങാൻ വേണ്ടി സ്നേഹം ഓർമ്മിക്കുകയാണ്. ഈ സമ്മാനം വാങ്ങിയില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഒരു ആയുസ് മുഴുവൻ ദൈവത്തിൻ്റെ ജനത്തിന് നേതൃത്വം കൊടുത്ത ജനനേതാവാണ്, ജനകീയ നേതാവാണ് മോശ. അതുപോലെ ഒരു ആയുസ് മുഴുവൻ ദൈവത്തിന് മുമ്പിൽ നിന്ന ദൈവത്തിൻ്റെ പ്രിയനാണ് മോശ. ദൈവത്തിൻ്റെ മനസ്സും അറിയാം, ജനത്തിൻ്റെ പൾസും അറിയാം. രണ്ടും അറിയുന്ന മോശയാണ് പറഞ്ഞത്, നിങ്ങൾക്ക് രക്ഷ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ ജീവനാണത്. അതാണ് ഈ നിയമഗ്രന്ഥത്തിലെ ഓരോ വാക്കും. അതുകൊണ്ട് അത് നിങ്ങൾ കാണാതെ പഠിക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ഞാൻ ഈ ഒരു കാര്യത്തെ വളരെയധികം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ വാങ്ങി മാക്സിമം ആളുകൾ കൊടുക്കുക. ഇത് കാണാതെ പഠിക്കേണ്ട ദിവസം ചെറുതാണ്, അത്രേ ഉള്ളൂ. അത് 1 വർഷം കൊണ്ട് പഠിക്കാവുന്നുള്ളൂ. 4ാമത്തെ സീസൺ എത്തിയിട്ടുണ്ട്, നല്ലതാണ്. അപ്പോൾ നിങ്ങളതിനെക്കുറിച്ച് നാളെ വാങ്ങി പഠിക്കുക. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഈ 2ാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഈ ക്ലേശവും മഴയും ചാറലും കുറച്ച് ഇതൊക്കെ വരുമ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? പരിശുദ്ധാത്മ പ്രചോദിതമായ ആഹ്ലാദത്തോടെ വളരെ ക്ലേശങ്ങൾക്കിടയിലും നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിച്ച് എന്ന വചനം ഇവിടെ അനർത്ഥമാകാൻ പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് ചെറിയ പ്രതിസന്ധിയുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് മഴയും കുറച്ച് നനവും കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ്. എങ്കിലും നമ്മൾ ഈ ക്ലേശത്തിൽ നിന്ന് വചനം കേൾക്കാൻ ദൈവം നമ്മളെ സഹായിക്കുകയാണ്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിന്ന് ഈ 4ാമത്തെ ദിവസം വിദ്യാർത്ഥിനികളോട് എന്ത് പറയണമെന്ന് ചിന്തിച്ച് രാവിലെ തന്നെ വൈകുന്നേരം വരെ അങ്ങനെ ഇരിക്കുകയാണ്. അതിനിടയ്ക്ക് പല ജോലികളൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് കർത്താവ് വളരെ പ്രത്യേകമായി പ്രചോദനം എന്നൊരു കാര്യം, വിദ്യാർത്ഥിനികൾക്ക് എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ അവരുടെ സർവ്വ കാര്യങ്ങളിലും അവരെ സഹായിക്കുന്ന വളരെ ശക്തനായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ഇന്ന് വന്ന എല്ലാ കുട്ടികൾക്കും പരിശുദ്ധാത്മാവിനെ കൊടുക്കാൻ, അവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ഇൻഫില്ലിംഗ് ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് കർത്താവ് ശക്തമായ ഒരു പ്രചോദനം തന്നു. ഏറ്റവും കൂടുതൽ വിലയുള്ളത് സ്വീകരിക്കുമ്പോൾ കൂടുതൽ കഷ്ടപ്പാടുകൾ നമ്മൾ സഹിക്കേണ്ടി വരുമെന്നുള്ളത് ഇവിടെ വെച്ച് ഞാൻ പഠിക്കുന്ന ഒരു പാഠമാണ്. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഇത്തിരി കഷ്ടപ്പാടുകൾ സഹിച്ചാലും ഇത് നമ്മുടെ മക്കൾക്ക് വലിയൊരു ബ്ലെസ്സിങ് ആയി മാറിക്കൊണ്ടിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഞാനിത് നിങ്ങളോട് പറയാൻ കാരണം എൻ്റെ അനുഭവത്തിൽ നിന്നാണ്. പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചാൽ പരിശുദ്ധാത്മാവിലൂടെ വരുന്ന അത്ഭുതങ്ങൾ, പരിശുദ്ധാത്മാവിൽ വരുന്ന വലിയ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള മാറ്റങ്ങൾ, അത് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അറിയാത്തത് കൊണ്ടാണ് നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാത്തത്. ഞാൻ 1994 പട്ടം കിട്ടുമ്പോൾ എൻ്റെ സ്വഭാവ രീതിയും എൻ്റെ വചനപ്രഘോഷണ രീതിയും ഒന്നും ഇതുപോലെ ആയിരുന്നില്ല. നന്നായിട്ട് വചനമൊക്കെ പ്രസംഗിക്കും, അതിശക്തമായ വചനം പ്രസംഗിക്കും. ഇപ്പോൾ പ്രസംഗിക്കുന്നതിനേക്കാൾ ഒരു 10 ഇരട്ടി സ്വരത്തിൽ വചനം പ്രസംഗിക്കും, വളരെ ഷാർപ്പായിട്ട് വചനം പ്രസംഗിക്കും. പക്ഷേ ഒറ്റ ആൾക്ക് മാനസാന്തരം ഉണ്ടായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ അതുകൊണ്ട് എൻ്റെ വചനപ്രഘോഷണം എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ആളുകൾക്ക് മാറ്റം ഉണ്ടാകാൻ വേണ്ടി ഞാൻ അവരെ ഒരു വാഹനത്തിൽ കയറ്റി വേറെ ഏതെങ്കിലും ഒരു ധ്യാന കേന്ദ്രത്തിലേക്ക് എൻ്റെ ഇടവകയിൽ നിന്ന് കൊണ്ടുപോകും. ഞാൻ പറയും, നന്നാകാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഈ വണ്ടിയെ കയറിയാൽ ഞാനൊരു സ്ഥലത്ത് കൊണ്ട് ആക്കാമെന്ന് പറഞ്ഞ് അവരെ കൊണ്ടുപോകും. എൻ്റെ ധാരണയും എൻ്റെ ഇടവക്കാരുടെ ധാരണയും ഞാൻ വചനം പ്രസംഗിച്ചാൽ ഒരാൾ രക്ഷപ്പെടില്ലെന്ന് പറഞ്ഞു. അങ്ങനെയായിരുന്നു 1994 എൻ്റെ സ്ഥിതി. അതിനുശേഷം പക്ഷേ എനിക്ക് ഭയങ്കര ശക്തമായ ആഗ്രഹം, വചനം പ്രസംഗിക്കണം. അതെൻ്റെ ആഗ്രഹമാണ്.
പക്ഷേ എനിക്കത്ര വലിയ അന്ന് ഇങ്ങനത്തെ രീതിയിലുള്ള വചനപ്രഘോഷണമൊന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ പിതാവിനോട് പോയി പറഞ്ഞു, പിതാവേ, എനിക്ക് വചനം പ്രസംഗിക്കാൻ വേണ്ടി വിളിയുണ്ട്, എന്നെ വചനം പ്രസംഗിക്കാൻ വേണ്ടി അയക്കണം. എൻ്റെ ശല്യം സഹിക്കുക വയ്യാതെ അവസാനം പിതാവ് ഒരു 10 തീയതി എഴുതി, ഈ അച്ഛനെ ഇടവകയെന്ന് റിലീവ് ചെയ്തിരിക്കുന്നു, ഇനി ഫുൾ ടൈം വചനം പ്രഘോഷിച്ചോളാൻ പറഞ്ഞ് ഒരു 10 തീയതി എഴുതി കൈത്തന്നു. 1997 അങ്ങനെ ഫുൾ ടൈം വചനം പ്രഘോഷിക്കാൻ വേണ്ടി ഞാൻ ഇടവക ഭരണത്തിൽ നിന്നും റിലീവ്ഡായി. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ധ്യാനകേന്ദ്രം ഇല്ല, ശുശ്രൂഷകർ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. ഓർഗനില്ല, കൈത്താളില്ല, തപ്പുമില്ല, ഒന്നുമില്ല. അങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങി. അങ്ങനെ അപ്പോഴാണ് താമസിക്കാൻ സ്ഥലമില്ല. അപ്പോൾ അവിടെ അടഞ്ഞു കിടന്നിരുന്ന ഒരു ബോയ്സ് ഹോം ഉണ്ട്. ആ ബോയ്സ് ഹോം അടിച്ചു വാരി വൃത്തിയാക്കി അത് സൂക്ഷിച്ച് അവിടെ ഇരുന്നോളാം. അങ്ങനെ ഞാൻ ആ ബോയ്സ് ഹോം ഇരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ചെറിയ വിധത്തിൽ ഇങ്ങനെ ശുശ്രൂഷകളൊക്കെ പള്ളിയിലൊക്കെ നടക്കുന്നുണ്ട്, ശുശ്രൂഷകളൊക്കെ തുടങ്ങി. അപ്പോൾ കുറച്ച് ആളുകളൊക്കെ വിളിച്ചു കൂട്ടി. ഞാനങ്ങനെ വചനമൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങി. പതുക്കെ സഖിയോൻ ധ്യാനകേന്ദ്രം ആരംഭിച്ചു. അങ്ങനെ സഖിയോൻ ധ്യാനകേന്ദ്രം ആരംഭിച്ചിട്ടൊന്നും ഒറ്റ മനുഷ്യന്മാർ എൻ്റെ വചനം കേൾക്കാൻ വരുന്നില്ല. ഒറ്റ ആൾ വചനം കേൾക്കാൻ വേണ്ടി വരുന്നില്ല. ഇനി വന്നാൽ തന്നെ ഇങ്ങനെ കുറച്ച് പേര് തീക്ഷ്ണമതികളുണ്ടല്ലോ, നമുക്ക് ചെയ്യണം എന്ന് പറയണേ. ആ തീക്ഷ്ണമതികൾ സഹശുശ്രൂഷകരായിട്ട് കുറച്ച് പേരുണ്ടെങ്കിൽ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശുശ്രൂഷയുടെ സമയത്ത് മുമ്പിലിരിക്കാൻ ആളുണ്ടായില്ല. ഒരു ദിവസം ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ വചനം പ്രസംഗിച്ചിട്ട് ഇവിടെ ശുശ്രൂഷ ശക്തി പ്രാപിക്കുമെന്ന് തോന്നുന്നില്ല, അട്ടപ്പാടിയാണ് സ്ഥലം, ഞാൻ എന്ത് ചെയ്യും? എനിക്ക് വചനം പ്രസംഗിക്കാൻ അറിയില്ല, ആരാധന നടത്താൻ അറിയില്ല, ജനങ്ങളെ എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുവരുന്നത് അറിയില്ല. മാത്രമല്ല, അന്ന് ഞാൻ കണ്ടൊരു കാര്യം ഇങ്ങനെയാണ്, ദൈവത്തിൻ്റെ ജനത്തിന് വചനത്തോട് താല്പര്യമില്ല. ദൈവത്തിൻ്റെ ജനത്തിന് പള്ളിയിലെ കാര്യത്തോട് താല്പര്യമില്ല. അവർക്ക് താല്പര്യം മദ്യപാനം, അതുപോലെ തന്നെ വാറ്റുചാരായം, അട്ടപ്പാടിയിലെ കാര്യമാണ് പറയുന്നത്, വാറ്റുചാരായം, കഞ്ചാവ്, അങ്ങനെയാണ്. അതുകൂടാതെ വേറെ ഒരുപാട് കാര്യങ്ങളിൽ അവർ വ്യാപൃതരാണ്. ഞായറാഴ്ചയൊക്കെ വന്നു പോകുന്നല്ലാതെ ഇതിനൊരു ആവേശമൊന്നുമില്ല. അപ്പോൾ പലരും പറഞ്ഞു, പണ്ടത്തെ പോലെ ഒന്നും ഇനി ആളുകളൊന്നും പള്ളിയിലത്തെ കാര്യത്തിന് വരുമൊന്നുമില്ല, അതുകൊണ്ട് ഇനി ഉള്ളത് വെച്ചൊക്കെ നടത്തിക്കൊണ്ട് പോകാനേ പറ്റുള്ളൂ. പള്ളിയിലൊക്കെ പലപ്പോഴും പല അച്ഛന്മാർ പറഞ്ഞു, പള്ളിയിൽ ആൾ പറയുന്നു, ഒറ്റയാളെ വിളിച്ചിട്ട് വരണമില്ല, ഒരു മീറ്റിങ്ങിന് പാലക്കാടേക്ക് പോകാൻ പോലും ഒരാളെ കിട്ടുന്നില്ല, പൈസ കൊടുക്കാമെന്ന് പറഞ്ഞാലും സെക്കൻഡ് ഷോയ്ക്ക് വിടാമെന്ന് പറഞ്ഞാലും ഒരാളും തയ്യാറാകുന്നില്ല. അപ്പോൾ ഒരു വികാരിച്ചൻ ആളുകളെ കൂട്ടാൻ വേണ്ടി കപ്പ ബിരിയാണി വെച്ചിട്ട് പോലും ആളുകൾ വരുന്നില്ല. അട്ടപ്പാടിയിലെ പല തന്ത്രങ്ങൾ നോക്കിയതാണ്. അപ്പോൾ അത് ഒറ്റ മനുഷ്യന്മാർ പള്ളിയിലേക്ക് വരുന്നില്ലെന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ആ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങണത്. ഇടവകയെത്തുന്ന ഒറ്റയാൾ കൈ ഉയർത്തിയാല ചിലപ്പോൾ ഇങ്ങനെ ഇടവകയിലെ ചില അച്ഛന്മാർ അറിയാതെ നല്ല ധ്യാനം എന്ന് വിചാരിച്ച് എന്നെ വിളിച്ച് അവർ നല്ല ധ്യാനമെന്ന് വിചാരിച്ച ആളുകൾ വരും. ആളുകൾ വരുമ്പോൾ നോക്കുമ്പോൾ ഇതെല്ലാം കാണുമ്പോൾ ആളുകൾ രൂക്ഷമായി നോക്കും. 2-3 ദിവസം കൊണ്ട് അതൊക്കെ നിർത്തിപ്പോരും. എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് ധ്യാനം വിജയിക്കുകയല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഇരിക്കുമ്പോൾ സഖിയോൻ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ തുടങ്ങി. പക്ഷേ സഖിയോൻ ധ്യാനകേന്ദ്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സഖിയോൻ ധ്യാന കേന്ദ്രത്തിൽ ആദ്യത്തെ ഒരു അവസ്ഥ കാണിച്ചു തരാം. ഇതാണ് സഖിയോൻ ധ്യാന കേന്ദ്രത്തിലെ ആദ്യത്തെ അവസ്ഥ. ആദ്യത്തെ ആൾക്കാരെയാണ് കാണുന്നത്. സ്റ്റേജും ഒരു ഓലഷെഡും ഒരു ടാർപ്പായി ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് പോലെ ഇരിക്കാൻ ആളെ കിട്ടിയല്ല. ഒരു 10-20 പേരുണ്ടെങ്കിൽ നിറയും, പക്ഷേ ഒറ്റ ആളെ കിട്ടിയല്ല. എന്തായാലും ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് വികാരിച്ചമാരോടൊക്കെ പറഞ്ഞ് പിന്നീട് കുറച്ചൊക്കെ വളർന്നു. ഒരു 98-2000 ഒക്കെ ആയപ്പോഴത്തേനും കുറേ വളർന്നു. പുതിയ ധ്യാനകേന്ദ്രമായി, ആളുകൾ പല സ്ഥലത്ത് വരാൻ തുടങ്ങി. അങ്ങനെ വാർഷിക കൺവെൻഷനൊക്കെ വെക്കാൻ തുടങ്ങി. അങ്ങനെ വാർഷിക കൺവെൻഷൻ വെച്ചു. വാർഷിക കൺവെൻഷൻ വെച്ചപ്പോൾ അതിന് ലാസ്റ്റ് ദിവസം ആളുകൾ തടിച്ചുകൂടും. അപ്പോൾ ഫോട്ടോഗ്രാഫർമാരെ അന്ന് വിളിക്കും. പണ്ട് ഈ മൊബൈലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫോട്ടോഗ്രാഫർമാരെ വിളിച്ചാലേ ഫോട്ടോ കിട്ടുള്ളൂ. അങ്ങനെ അവസാന ദിവസം ഒരു വമ്പിച്ച കൺവെൻഷൻ്റെ, ജനങ്ങൾ തടിച്ചുകൂടിയൊരു കൺവെൻഷൻ്റെ, ഒരു ഗ്രാൻഡ് സക്സസ് ആയ കൺവെൻഷൻ്റെ അവസാന ദിവസത്തെ ഫോട്ടോ നിങ്ങളിപ്പോൾ കാണിച്ചു തരാം. ഇതൊരു 5 ദിവസം പഴയ അവസ്ഥ മാറി. ഇത് പെയിൻ്റ് അടിച്ചു, ഭിത്തി വെച്ചു, മേൽക്കൂരയിട്ട് ഫാൻ വന്നു, ലൈറ്റ് വന്നു, തറയുണ്ടായി. ഒരുപാട് ധ്യാനകേന്ദ്രം വളർന്നു. 5 ദിവസം കൺവെൻഷൻ വെച്ചു. അതിന് സമാപന ദിവസത്തിലാണ് ഫോട്ടോഗ്രാഫറെ വിളിക്കുന്നത്. ആരാധന കഴിഞ്ഞ് തലേ കൈവച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഈ കാണുന്നത്. ഇത്രമാത്രം ആളുകൾ അന്ന് തടിച്ചു കൊള്ളുക.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരി എത്രമാത്രം അനൗൺസ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ട്. എല്ലാ പള്ളിയിലും പോയി വികാരിച്ചന്മാരെ സൂപ്പിട്ട് എൻ്റെ ഒന്നും പറയണ്ട, മാക്സിമം തന്ത്രങ്ങളും നയങ്ങളും എല്ലാം പയറ്റി നോക്കിയിട്ടുണ്ട്. ഞാൻ അവസാനം തളർന്ന അവസരമായി. ഞാൻ പറഞ്ഞു, ദൈവമേ ഇനി എന്ത് ചെയ്യും? ഒറ്റ മനുഷ്യന് താല്പര്യമില്ല, ഒറ്റ മനുഷ്യന് ധ്യാനത്തിന് താല്പര്യമില്ല, വചനത്തിന് താല്പര്യമില്ല, പ്രാർത്ഥനയ്ക്ക് താല്പര്യമില്ല, ആത്മീയ താല്പര്യമില്ല, ബാധ്യചാരായും കുടിയും മാത്രം. അപ്പോൾ കർത്താവിനോട് ഇനി എന്ത് ചെയ്യും? അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, പരിശുദ്ധാത്മാവിനെ ഞാൻ തന്നിട്ടുണ്ട്, പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ ഒരു 5 മിനിറ്റ് അനുവദിച്ചാൽ അവസ്ഥയ്ക്ക് മാറ്റം വരും. പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ അനുവദിക്കൂ. ഞാൻ പറഞ്ഞ് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാൽ മാറ്റം വരും. ഞാൻ പറഞ്ഞു ഇതൊക്കെ വാറ്റുചാരായക്കാരാ, കഞ്ചാവുകാരും വാറ്റുചാരായക്കാരും പിന്നെ കുടിയന്മാരുമാണ്. ഇവിടെ പരിശുദ്ധാത്മാവ് വരുമോ? എൻ്റെ വിചാരം പരിശുദ്ധാത്മാവ് നല്ല ആളുകളുടെ അടുത്തേക്ക് വരുള്ളൂ എന്നാണ്. അപ്പോൾ എനിക്ക് തന്ന ഒരു അടിസ്ഥാന വചനമാണ് ജോയേൽ 2-ാം അധ്യായം 28-ാം തിരുലിഖിതം. ജോയേൽ 2:20 പറഞ്ഞിരിക്കുകയാണ്, എല്ലാവരുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. എനിക്ക് ഭയങ്കര സന്തോഷമായി. ആരുടെ മേലാണ്? എല്ലാവരുടെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. എല്ലാവരുടെ മേലും. കുടിയന്മാരുടെ മേൽ ആത്മാവിനെ വർഷിക്കും, കുട്ടികളുടെ മേൽ ആത്മാവിനെ വർഷിക്കും, ആഗ്രഹമുള്ളവരുടെ മേൽ ആത്മാവിനെ വർഷിക്കും, രോഗികളുടെ മേൽ ആത്മാവിന് ആഗ്രഹമില്ല, എല്ലാവരുടെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കുന്നത്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കാൻ തുടങ്ങും. നമ്മൾ പഠിപ്പിക്കണ്ട. ഞാൻ അന്ന് നിന്ന് വരുമ്പോൾ ഒരാളതിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. പണ്ടത്തേതാണ് കുറച്ചും കൂടെ നല്ലത്. ഇപ്പോൾ അധികം. പക്ഷേ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഭയങ്കര ചേഞ്ചാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാൽ കർത്താവേ ഞാൻ ഇനി അധികം തകൃതകളൊന്നും കാണിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാൽ, പരിശുദ്ധാത്മാവ് വന്നാൽ ഇതെല്ലാം മാറുമെന്നങ്ങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാൽ മതി, അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, അധികം പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ വേണ്ടി തലകുത്തി മറിയൊന്നും ചെയ്യണ്ട. വെരി സിമ്പിൾ. പരിശുദ്ധാത്മാവിന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് കിട്ടാനുള്ള മാർഗം വെരി സിമ്പിൾ. ചോദിക്കുവീൻ, നിങ്ങൾക്ക് ലഭിക്കും. ഇത്രയേ ഉള്ളൂ. ചോദിച്ചാൽ മതി. അപ്പം തന്നെ ഞാൻ പറഞ്ഞ പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെ രാജാവ്. പരിശുദ്ധാത്മാവിന് സഖിയോൻ ധ്യാനകേന്ദ്രത്തിലെ രാജാവിൻ്റെ സ്ഥാനം കൊടുത്തു. പരിശുദ്ധാത്മാവാണ് ശുശ്രൂഷയുടെ നേതാവ്. പരിശുദ്ധാത്മാവിനെ പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി, പരിശുദ്ധാത്മാവിന് വേണ്ടി കരയാൻ തുടങ്ങി, പരിശുദ്ധാത്മാവിന് വേണ്ടി അപേക്ഷിക്കാൻ തുടങ്ങി, പരിശുദ്ധാത്മാവിന് വേണ്ടി രഹസ്യവും പരസ്യവുമായ പ്രാർത്ഥനകൾ അർപ്പിക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ എന്ത് സംഭവിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങി. കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു ചെറിയ കൺവെൻഷന് പോയി. കൊല്ലത്താണോ ആലപ്പുഴയാണോ എന്ന് ഓർമ്മയില്ല. ആ കൺവെൻഷന് ഒരു 3 മണിക്ക് കൺവെൻഷൻ തുടങ്ങും. ആ കൺവെൻഷനിൽ ഒരു ചിത്രം നിങ്ങൾ കാണിച്ചു തരാം. ഇത് നോക്കിയേ, ഒരു വലിയ ഔട്ട്ഡോർ മൈതാനാണ്. മേൽക്കൂര പന്തലൊന്നുമില്ല. 3 മണി സമയമാണ്. വെയിലാണ്, പൊരിവെയിലാണ്. പൊരിവെയിലിൻ്റെ സമയത്ത് ഈ ആളുകളെല്ലാം പരിശുദ്ധാത്മാവിനോട് ദാഹിച്ച് കരഞ്ഞ് നിലവിളിക്കുന്നതാണ് കാണുന്നത്. ആ കൈയടിച്ചോ, ആ നല്ല കൈയടിക്കും. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ. ഇത് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. ടൈൽസ് ഇല്ല, മാർബിൾ ഇല്ല, AC ഇല്ല, മേൽക്കൂരില്ല, ഫാനില്ല, കറണ്ടില്ല. കുടിവെള്ളം ഉണ്ടോയെന്ന് സംശയമാണ്. ടോയ്ലറ്റിൻ്റെ കാര്യം ചിന്തിക്കുക പോലും പാടില്ല. ആംബുലൻസ് ഒന്നും അവിടെ ആ പറഞ്ഞ 1-2 സൈഡ് ഉണ്ടാവുമായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഒരാളും വേറൊന്നിനെ കുറിച്ച് കസേര ഒന്നുമില്ല, ഒരൊറ്റ കസേരയില്ല ഗ്രൗണ്ടിൽ. ഈ വരുന്ന ആൾ ഇതാ 3:30 ആയപ്പോഴത്തേനും പെരുവയിൽ തന്നെയാണ്. 3:30 ആയപ്പോഴത്തേനും ജനം കൂടി. 4 മണി, 5 മണി, നോക്കിയേ 6 മണി രാത്രിയായി. പിന്നെ ഒരു വിങ്ങിൻ്റെ മാത്രം എടുക്കാൻ പറ്റും. ഇത് പാവപ്പെട്ട അച്ഛനാണ്. ഇത് നോക്കിയേ, പിന്നെ പറയണ്ട എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ ബൈബിളിൽ ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്ഷയപ്രതി നടക്കും. ദൈവം പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഉണ്ട്, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. അവരൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. ദൈവം പരിശുദ്ധാത്മാവിനെ എല്ലാവരുടെ പേരും വർഷിക്കുന്നു പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ വർഷിച്ചതുകൊണ്ട് നിൽക്കേണ്ട ആളുകളെല്ലാം ഈ വന്ന ആളുകൾ കസേരയോ പന്തലോ AC-യോ തണുപ്പോ കാറ്റോ ഭക്ഷണമോ വെള്ളമോ കുടിവെള്ളമോ സേഫ്റ്റിയോ ഒന്നും അവർ ചോദിച്ചിട്ടില്ല. അവർക്ക് ഒറ്റ കാര്യം മാത്രം മതി, അവർക്ക് ദൈവത്തെ വേണം.
അവർക്ക് വചനം വേണം, അവർക്ക് ദൈവത്തെ വേണം. ഇത് ആര് പഠിപ്പിച്ചിട്ടാണ് ഇങ്ങനെ വരണത്? ഇത് മുണ്ടമ്പേലി കഴിഞ്ഞ മാസം 2-3 മാസം കഴിഞ്ഞ വർഷം മുണ്ടമ്പേലി എറണാകുളത്ത് ഒരു ചെറിയ കൺവെൻഷൻ, ഒരു ഇടവ കൺവെൻഷൻ ആയിരുന്നു. ആ ഇടവ കൺവെൻഷൻ നോക്കിയേ, ഇടവ പള്ളി കാണുന്നത് അവിടെ അങ്ങ് അറ്റത്ത് 1 കിലോമീറ്റർ അകലെയാണ്. ജനങ്ങൾ ഇവിടെ നിന്നെല്ലാം അങ്ങോട്ട് തിങ്ങി നിറഞ്ഞ് പാക്കഡായി മുറ്റത്ത്. ആ പള്ളിയും പള്ളിയുടെ ചുറ്റിനും പരിസരങ്ങളും സർവ്വമണ്ഡലങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവരെല്ലാം പുണ്യവാന്മാരാണെന്ന് വിചാരിക്കരുത്. ഇതിനകത്ത് ചെറുപ്പക്കാർ, കുട്ടികൾ, കൈക്കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, രോഗികൾ, വാർദ്ധക്യത്തിലുള്ളവർ, വിദ്യാഭ്യാസമുള്ളവർ, വിദ്യാഭ്യാസമുള്ളവർ, പ്രാർത്ഥനയുള്ളവർ, പ്രാർത്ഥനയില്ലാത്ത നിരീശ്വരന്മാർ, ദൈവനിഷേധികൾ, സർവ്വ അവസ്ഥകളിലുള്ളവർ, സർവ്വ അവസ്ഥകളിലുള്ളവർ. എങ്ങനെയാണ് അവിടെ എത്തിയത്? ഇവരാരാണ് പഠിപ്പിക്കുന്നത്? ഇവരുടെ ഹൃദയങ്ങളൊക്കെ നിറയ്ക്കുന്നത് ഇവരെന്തിനു വേണ്ടിയാണ് അവിടെ വന്നിരിക്കുന്നത്? ഒറ്റ കാര്യമുള്ളൂ, ദൈവത്തെ വേണം. അപ്പൊ ദൈവത്തിന് വേണ്ടി ആഗ്രഹമില്ല, ആർക്കും പ്രാർത്ഥനയോട് താല്പര്യമില്ല. ഇപ്പോഴത്തെ ആളുകളെല്ലാം വഴിതെറ്റി കിടക്കുകയാണ് എന്ന് വിചാരിക്കരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് സർവപ്രധാനം. ഈ പരിശുദ്ധാത്മാവാകട്ടെ എല്ലാവരുടെ പേരും വർഷിക്കപ്പെടും. അത് വിശുദ്ധന്മാരും അശുദ്ധന്മാരും, രോഗികളും പാപികളും, പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥിക്കാത്തവരും, പള്ളി പോകുന്നവരും എല്ലാവരുടെ മേലും, സകല ജഡത്തിൻ്റെ മേലും ഈ ആത്മാവ് എഴുന്നള്ളി വരും. അത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. ഇന്ന് ഇവിടെ ഇരിക്കുന്നവർ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒറ്റ കാരണമുള്ളൂ, നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു എന്നതിൻ്റെ അടയാളമാണ് നിങ്ങൾക്ക് വചനം കേൾക്കാൻ പോകാൻ തോന്നി എന്നുള്ളത്. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു എന്നതിൻ്റെ അടയാളമാണ് മറ്റുള്ളവരെ കൊണ്ടുവരാൻ തോന്നി എന്നുള്ളത്. കൈയടിച്ച് ദൈവത്തിന് നന്ദി പറയാം. സന്തോഷം വന്നാൽ കൈയടിച്ചോളണം. ഇനി ഞാൻ പറയുന്നില്ല. ഹല്ലേലൂയ. കൈ ഉയർത്തി കൈയടിച്ചാൽ ബെസ്റ്റ്. അത് കുറച്ചും കൂടെ പരിശുദ്ധാത്മാവ് കൂടുതൽ കിട്ടും. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, അട്ടപ്പാടിയിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യമുണ്ട്. ഞാനല്ല പ്രവർത്തിക്കുന്നത്, മനുഷ്യരല്ല പ്രവർത്തിക്കുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകിയത് നമ്മുടെ ഇപ്പോഴുള്ള ഈ ഒരു തകർന്ന അവസ്ഥ, നമ്മുടെ ഇപ്പോഴുള്ള ദൈവമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ദൈവമുള്ള അവസ്ഥയിലേക്ക് നമ്മളെ ഉയർത്താൻ വേണ്ടിയിട്ടാണ്. അവരൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു 5 കാര്യങ്ങളെക്കുറിച്ച് സമയം അനുവദിക്കുന്ന അനുസരിച്ച് ഇന്ന് പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കുട്ടികൾക്കും യുവതീവാക്കന്മാർക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇത് ഉപകാരപ്രദമായിരിക്കും. പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ സംഭവിക്കുന്ന 5 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ വിതൗട്ട് ഹോളി സ്പിരിറ്റ് വി വിൽ ബിക്കം മിയർ ഫ്ലഷ്. പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ നമ്മൾ വെറും ജഡം മാത്രമാണ്, വെറും ജഡം, വെറും മാംസം. യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ 6-ാമത്തെ വാക്യം, യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വചനം പഠിപ്പിക്കുന്നത്: മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്. പരിശുദ്ധാത്മാവില്ലെങ്കിൽ നമ്മൾ വെറും ജഡം മാത്രം. എന്താ ജഡത്തിന്റെ പ്രത്യേകത? ഈ ജഡത്തിന് സ്വർഗരാജ്യം അവകാശമാക്കാൻ കഴിയുകയില്ല. ഈ ജഡത്തിന് ദൈവത്തിന് ദാഹമില്ലാത്ത ജഡം, ഈ ജഡത്തിന് ദൈവത്തിന്റെ രഹസ്യങ്ങൾ കിട്ടാൻ, വെളിപ്പാടുകൾ സ്വീകരിക്കാൻ കഴിവില്ലാത്ത ജഡം. പരിശുദ്ധാത്മാവില്ലെങ്കിൽ we will become mere flesh. വെറും ജഡം മാത്രമായി നമ്മൾ മാറും. എന്താ ജഡത്തിന്റെ പ്രത്യേകത? ഈ ജഡത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു തരാം. ഒരു ദിവസം അട്ടപ്പാടിയിൽ ഞാൻ നോക്കുമ്പോൾ ഒരു 15 വയസ്സുള്ള ഒരു കുട്ടി, അവനിങ്ങനെ നിൽക്കുകയാണ്. അപ്പനുണ്ട്, അമ്മയുണ്ട്. ശുശ്രൂഷ കഴിഞ്ഞ് 2:30 സമയമായപ്പോൾ ശുശ്രൂഷ കഴിഞ്ഞു. വെളുപ്പിന് 7 മണിക്ക് തുടങ്ങിയതാണ്. എറണാകുളത്ത് നിന്ന് വന്നൊരു ഫാമിലിയാണ്. അവർ ഗൾഫിലേത് രാജ്യത്താണ് അപ്പനും അമ്മയും മക്കളെല്ലാം ഒരുമിച്ച് ജോലി ചെയ്യുന്നത്, ജീവിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഈ കുടുംബം അട്ടപ്പാടിയിൽ വന്നു. അട്ടപ്പാടി വന്നപ്പോൾ ഈ അപ്പൻ്റെ അമ്മയുടെ ഏക ആഗ്രഹം മകന് ദൈവത്തെ കിട്ടണം എന്നുള്ളതാണ്. 2:30 കഴിഞ്ഞപ്പോൾ മകൻ ഇങ്ങനെ വിഘടിച്ച് നിൽക്കുന്ന സൈലന്റ് വാലിയിൽ കാട്ടുപോത്തിനെ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ മകൻ ഇങ്ങനെ ദേഷ്യത്തോടെ, ഇങ്ങനെ വളരെ ക്രോധത്തോടെ ഷൗട്ടിക്കുകയാണ്: കഴിഞ്ഞില്ലേ, ഇനി പോകാവോ എന്ന് ചോദിച്ചു. അപ്പോൾ അപ്പൻ ഒരു നെവർ മൈൻഡായിട്ട് അങ്ങനെ നിൽക്കുകയാണ്, ഒന്നും കൂസലില്ല. അമ്മ പതുക്കെ വിഷമിക്കാൻ തുടങ്ങി. വീണ്ടും ചോദിച്ചു. വീണ്ടും ഈ മകൻ പറഞ്ഞു വേസ്റ്റ്. അമ്മ കരയാൻ തുടങ്ങി. അമ്മയ്ക്ക് സങ്കടമായി. അമ്മ പതുക്കെ കരയാൻ തുടങ്ങി. ഈ മകൻ പറഞ്ഞു ഇനിയെങ്കിലും പോകാമോ എന്ന് ചോദിച്ചു.
ഇതെല്ലാം കണ്ടപ്പോൾ അമ്മയുടെ കരച്ചിൽ കൂടി. മകന് ഒരു അനുഭവം കിട്ടിയിട്ടില്ല, മകൻ വന്നതിനേക്കാൾ മോശമായല്ലോ ദൈവമേ എന്ന് പറഞ്ഞ് ഈ അമ്മ തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി. അപ്പോൾ ഞാനത് മലമുകളിൽ നിന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ സഹോദരനായ ഒരു ശുശ്രൂഷനെ വിളിച്ച് പറഞ്ഞു, ബ്രദറെ വേഗം ചെന്ന് ഇടപെട്, രംഗം വഷളാവും, വേഗം ഇടപെടാൻ പറഞ്ഞു. അങ്ങനെ ബ്രദർ ചെന്നു ചോദിച്ചു, എന്താ ഇവിടെ പ്രശ്നം, എന്താ മോനെ, നിനക്ക് സന്തോഷമില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് ഇപ്പോൾ സന്തോഷമെല്ലാം പൂർത്തിയായിട്ടുണ്ട്, അതുകൊണ്ട് പോകാമോ എന്ന് ചോദിച്ചതാ. അപ്പോൾ ഈ ബ്രദർ, നിഷ്കളങ്കനായ ബ്രദർ ചോദിച്ചു, അപ്പം നിനക്ക് ഒരു അനുഭവം കിട്ടിയില്ല അല്ലേ? ഇന്ന് നല്ല വചനപ്രഘോഷണം നടന്ന ദിവസമാണല്ലോ മോനെ, നിനക്കൊരു ടച്ചിങ് ആയില്ലേ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, നോൺസെൻസ്. ദൈവമേ, വചനപ്രഘോഷണം കഴിഞ്ഞപ്പോൾ അവന് കിട്ടിയ ആകെയുള്ളൊരു സമ്മറിയാണ് നോൺസെൻസ്. അപ്പോൾ എന്ത് ചെയ്തു, ഈ ബ്രദറിന് ഭയങ്കര സങ്കടമായി. ദൈവമേ, ഈ ദൈവത്തിൻ്റെ പൈതലിനൊരു അനുഭവം കിട്ടിയില്ലല്ലോ. എന്ത് ചെയ്തു, ആ മകൻ വീണ്ടും ചോദിച്ചു, എൻ്റെ ബ്രദറെ, അല്ല എൻ്റെ കുട്ടി, ഇന്നിവിടെ നല്ല നല്ല എന്ത് നടന്നു, നല്ല ശുശ്രൂഷകളൊക്കെ നടന്നായിരുന്നു. ഒരുപാട് വെഞ്ചിരിപ്പുകളും ഒരുപാട് ഡെലിവറൻസ് ശുശ്രൂഷകളും എല്ലാം നടന്നായിരുന്നു. അങ്ങനെ ഈ വെഞ്ചിരിപ്പും ഡെലിവറൻസ് ശുശ്രൂഷകളും ഇതെല്ലാം നടന്നപ്പോൾ നിനക്കൊരു അനുഭവം ആയില്ലെന്ന് ചോദിച്ചു, ഈ വെഞ്ചിരിപ്പിൽ നിനക്ക് അനുഭവം കിട്ടിയില്ലെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അബ്സേർഡിറ്റി എന്ന് പറഞ്ഞാൽ ശുദ്ധ മണ്ടത്തരം. കുറച്ച് വെള്ളം വരുന്നുണ്ടല്ലേ, സാരമില്ല, നിങ്ങൾ ഇന്ന് എഴുന്നേറ്റ് വന്നോ, അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളം നിങ്ങളെ നനച്ചാലും സാരമില്ല. എവിടേക്ക് ഒഴിവുള്ള സ്ഥലമാണ്. കുറച്ച് പേർക്ക് സ്റ്റേജിൻ്റെ സൈഡിലേക്ക് ഇരിക്കാം, ഇവിടെയൊക്കെ കസേരയുണ്ട്. ഈ സ്റ്റേജിൻ്റെ സൈഡിൽ കുറച്ച് പേർക്ക് അച്ഛന്മാർ ഇങ്ങോട്ട് വന്നിരിക്കുകയാണെങ്കിൽ, അച്ഛന്മാർ ഇങ്ങോട്ട് പോരുകയാണെങ്കിൽ ആളുകൾക്ക് അവിടെ ഇരിക്കാം. സ്റ്റേജിൽ കസേരയുണ്ട്, അച്ഛന്മാരെല്ലാവരും കസേരയിലേക്ക് ക്ഷണിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ പറയുകയാണ് ശുദ്ധ സംബന്ധം, വെഞ്ചിരിപ്പ്, ഡെലിവറൻസ്. അപ്പോൾ ആ ബ്രദർ ചോദിച്ചു, ഇന്നിവിടെ നല്ല വചനപ്രഘോഷണം, നല്ല കുർബാന നടന്നു. ആ കുർബാന എന്ന് പറഞ്ഞാൽ ശരിക്കും ദൈവം ഇറങ്ങി വരുന്ന കുർബാനയായിരുന്നു. അന്ന് പല വിധത്തിലുള്ള ശുശ്രൂഷകൾ നടന്ന ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും നല്ല അനുഭവത്തിൻ്റെ വലിയൊരു കുർബാനയാണ് അവിടെ നടന്നത്. അപ്പോൾ ചോദിച്ചു, നിനക്ക് ഇന്നത്തെ കുർബാന ഒരു അനുഭവം ആയില്ലേ മോനെ? ഇന്ന് അത്രയും നല്ല ദൈവം പ്രത്യക്ഷപ്പെടുന്ന ഒരു കുർബാനയായിരുന്നു, നിനക്ക് അനുഭവം ആയില്ലേ എന്ന് ചോദിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ അവൻ എടുത്ത വായന പറയാണ് ബിസിനസ്. അവനെ സംബന്ധിച്ച് കുമ്പസാരം, കുർബാന, ഇതെല്ലാം പള്ളിയിലെ എല്ലാ കാര്യവും അവൻ ഒറ്റ കാര്യമുള്ളൂ, ബിസിനസ്. നിങ്ങൾക്കും അങ്ങനെയായിരിക്കും തോന്നാൻ, നമുക്ക് അറിയാൻ പറ്റില്ല. ഒരു പാട്ടുപുസ്തകം കണ്ട ബിസിനസ്, ഒരു പ്രാർത്ഥനാ പുസ്തകം കണ്ട ബിസിനസ്, കുമ്പസാരം കണ്ട ബിസിനസ്, കുർബാന കണ്ട ബിസിനസ്, പിന്നെ വിശുദ്ധന്മാരെ കണ്ട ബിസിനസ്, പിന്നെ മാതാവിനെ കണ്ട ബിസിനസ്, എല്ലാം ബിസിനസ്. എന്താ പറയുക? അപ്പോൾ ഈ ബ്രദറിന് ഭയങ്കര സങ്കടമായി. അമ്മയ്ക്ക് മാത്രമല്ല, ബ്രദറിന് ഭയങ്കര സങ്കടമായി. പരിശുദ്ധാത്മയുള്ളവർക്ക് എല്ലാവരും സങ്കടമാവും. ആ ബ്രദർ വീണ്ടും ചോദിച്ചു, എൻ്റെ മോനെ, ഇന്നിവിടെ നല്ല അതിശക്തമായ വിധം നല്ല ശുശ്രൂഷകളൊക്കെ നടന്നു. തലയെ കവിച്ച് പറഞ്ഞു, വട്ടായിരത്തിലുണ്ടായിരുന്ന ദിവസമാണ് അവിടെ. ഇന്ന് വട്ടായിരത്തിലുണ്ടായിരുന്നല്ലോ. ആ അച്ഛൻ്റെ അടുത്ത് പോയ എല്ലാവർക്കും അനുഭവം കിട്ടും. അച്ഛൻ തലയെ കവിച്ച് പ്രാർത്ഥിച്ച, നീ പോയി ഒരു ബ്ലെസ്സിങ് വാങ്ങാൻ തലയെ കവിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പാടില്ലായിരുന്നു മോനെ എന്ന് ആ ബ്രദർ ചോദിച്ചു. ഉടനെ ആ ബ്രദർ പറയാണേ, ആ ബ്രദറല്ല, ആ കുട്ടി പറയാണേ, ഫ്രോഡ്. എന്താ പറയുക, ഞാനത് കേൾക്കാതിരുന്നത് ഭാഗ്യം. ഫ്രോഡ്, ഭൂലോക തട്ടിപ്പാട്, പോകരുത്. ആ കുട്ടികളുടെ ഒരു ചിന്ത കണ്ട. ഈ കുട്ടി ഒരു കമ്മ്യൂണിസ്റ്റ് അല്ല, ഈ കുട്ടി ഒരു നിരീശ്വരനല്ല, ഈ കുട്ടി ഒരു സാത്താൻ സേവക്കാരനല്ല. ഈ കുട്ടി സാധാരണ നല്ല കത്തോലിക്ക കുടുംബത്തിൽ വളർന്ന 15 വയസ്സുള്ള ഒരു കുട്ടി. വേറെ ഒരു ചീത്ത കൂട്ടുകെട്ടില്ല, വീട്ടിൽ മാത്രം വളരുന്നൊരു കുട്ടി. ഗൾഫിലെ രാജ്യത്താണ്, ഉള്ളിൽ നിന്ന് വരുന്നതാണ് അതൊക്കെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഈ ബ്രദർ ഈ കുട്ടിയുടെ സ്ഥിതി കണ്ടപ്പോൾ ചോദിച്ചു, നിനക്ക് അപ്പോൾ ഈ ബൈബിളിലൊന്നും വിശ്വാസം, നീ ബൈബിളൊന്നും വായിക്കുന്നില്ലേ? ബൈബിൾ നിന്നെ വീട്ടിൽ, ബൈബിളിൽ നിനക്ക് വിശ്വാസമില്ലെന്ന് ചോദിച്ചു. അവൻ പറയുകയാണ്, സ്റ്റോറി ബുക്ക്, ഓൾഡ് സ്റ്റോറി ബുക്ക്. അതിൽ കൂടുതൽ അവനത് തോന്നണില്ല. ഇത്രയും കേട്ടപ്പോൾ ഞാനത് മുകളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കും, എനിക്ക് വിഷമമായി. ഞാൻ പറഞ്ഞു, ബ്രദറേ നിർത്തിക്കോ, ഇനി കൂടുതൽ പറഞ്ഞ് കുട്ടീനെ മോശമാക്കണ്ട, നിർത്തിക്കോ. ആ കുട്ടി 1 കൊറിന്തോസ് 2:14 അങ്ങ് പോരാൻ പറഞ്ഞു, വേറെ ബ്രദറിനെ അയക്കാന്ന് പറഞ്ഞു.
പിശാചിനെ ഒഴിപ്പിക്കുന്ന ബ്രദറിന്, ആ ബ്രദറിനെ വിട്ടാലേ ശരിയാവുള്ളൂ. 1 Corinthians 2:14 എന്താ? Unspiritual man does not receive the gift of God. ലൗകിക മനുഷ്യൻ, അൺസ്പിരിച്വൽ മാൻ, ലൗകിക മനുഷ്യൻ, പരിശുദ്ധാത്മാവില്ലാത്ത മനുഷ്യന് ദൈവത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പോഷത്വം, നോൺസെൻസ്, അബ്സേഡിറ്റി, വേസ്റ്റ്, അട്ടർ വേസ്റ്റ്, ബിസിനസ്, സ്റ്റോറി ബുക്ക്, ടൈം വേസ്റ്റ്. എന്താ കാരണം? ഇവിടുത്തെ കുർബാനയുടെ വിഷയമല്ല, ബൈബിളിൻ്റെ കുഴപ്പമല്ല, ശുശ്രൂഷയുടെ കുഴപ്പമല്ല. നമ്മുടെ ഈ ശരീരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിഷ്ക്രമിച്ചാൽ പിന്നെ ഇത് ഇറ്റ് ഈസ് മിയർ ഫ്ലഷ്, ഇത് വെറും ജഡം മാത്രമാണ്. ദൈവികമായ ഒരു കാര്യങ്ങളിലും ഇതിന് ടേസ്റ്റ് ഉണ്ടായില്ല. it doesn't have any hunger or thirst for God. ദൈവത്തിന് വേണ്ടി വിശപ്പോ ദാഹമോ ഉണ്ടാവുകയില്ല. കാരണം ദൈവം നമുക്ക് തന്ന പരിശുദ്ധാത്മാവ് നിഷ്ക്രമിച്ച് അതിനെ റെസിസ്റ്റ് ചെയ്ത് അതിനെ നിർവീര്യമാക്കി കളഞ്ഞു. നമ്മൾ പരിശുദ്ധാത്മാവിനെ നമ്മൾ നിഷ്പ്രഭമാക്കി കളഞ്ഞു. ഇന്ന് നിങ്ങൾ ത്യാഗം സഹിച്ച് മഴ കൊണ്ട് ചെളി കൊണ്ട് ചെളിയും ഞാൻ ആദ്യത്തെ ഇടവക നിന്നപ്പോൾ നിന്ന് അതേ അനുഭവം. ഇപ്പം നിങ്ങൾ അത് മഴ പെയ്യുമ്പോൾ എല്ലാ വെള്ളവും കൊണ്ട് വീഴും. എല്ലാ ജനങ്ങളും ഇതുപോലെ ഇങ്ങനെ വെള്ളത്തിൽ നിന്നിട്ടാണ് കുർബാന കൂടി കിട്ടുന്നത്. ഏതാണ്ട് അതുപോലെയാണ് ഇപ്പം നിങ്ങളുടെ സ്ഥിതി. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഇതുപോലെ ത്യാഗവും വിഷമവും പ്രതിസന്ധി ഉണ്ടെങ്കിലും ആഗ്രഹത്തോടെ ദൈവത്തിന് വേണ്ടി വചനത്തിന് വേണ്ടി നിലകൊള്ളാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് പോയാൽ ഇറ്റ് ഈസ് എ യൂസ്ലെസ് ബണ്ടിൽ ഓഫ് പാഷൻസ്. ഇറ്റ് ഈസ് എ ബണ്ടിൽ ഓഫ് യൂസ്ലെസ് പാഷൻസ്. പണ്ട് ഫിലോസഫിയിൽ പഠിച്ച ഒരു സെൻറ്റൻസ് ആണത്. അതായത് ഈ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് ഇല്ലാതായാൽ പിന്നെ ഇത് ഒരുപാട് ഒരുപാട് മോഹങ്ങളുടെ ഒരു കൂടാരം മാത്രമാണത്. ഒരുപാട് മോഹങ്ങളുടെ കൂടാരം മാത്രമാണത്. എപ്പോൾ 24 hours മോഹങ്ങൾ മോഹങ്ങൾ മോഹങ്ങൾ. ഭക്ഷണത്തിനുള്ള മോഹം, ജഡത്തിൻ്റെ മോഹം, അധികാരത്തിലുള്ള മോഹം, അംഗീകാരത്തിലുള്ള മോഹം, ജഡിക പാപങ്ങൾക്കുള്ള മോഹം, പ്രതികാരം ചെയ്യാനുള്ള മോഹം, അടിച്ചമർത്താനുള്ള മോഹം, ഇടിച്ചു താഴ്ത്താനുള്ള മോഹം, ചീത്ത വിളിക്കാനുള്ള മോഹം, ഒരുപാട്. അതാണ് പ്രഭാഷകന്റെ പുസ്തകം 6-ാം അധ്യായം 2 തൊട്ട് 4 വരെ വാക്യങ്ങൾ. പ്രഭാഷകന്റെ പുസ്തകം 6-ാം അധ്യായം 2 തൊട്ട് 4 വരെ വാക്യങ്ങൾ. എൻ്റെ മകനെ, നീ അഭിലാഷങ്ങൾക്ക് അടിമപ്പെടരുത്. അതൊരു കാളക്കൂറ്റനെ പോലെ നിന്നെ കുത്തിക്കീറും. അത് നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. അവസാനം നീ ഒരു ഉണക്ക മരമായി മാറും. മൊബൈൽ കാണണം, തോന്നിയാസത്തിന് പോകണം, അർമാദിക്കണം, മാതാപിതാക്കന്മാർ വേണ്ട, പള്ളി വേണ്ട, കുർബാന വേണ്ട, പ്രാർത്ഥന വേണ്ട, ബൈബിള് വേണ്ട, എന്റെ ഇഷ്ടത്തിന് പോകണം. ജഡത്തിന്റെ മോഹങ്ങളാണത്. എന്റെ മകനെ, നീ അഭിലാഷങ്ങൾക്ക് അടിമപ്പെടരുത്. അത് ഒരു കാളക്കൂറ്റിനെ പോലെ നിന്നെ കുത്തിക്കീറും. അത് നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. അവസാനം നീ ഒരു ഉണക്ക മരമായി മാറും. എന്താ കാരണം? ഈ മോഹങ്ങളെല്ലാം ശക്തി പ്രാപിക്കാൻ കാരണം എന്താണ്? ഒറ്റ കാരണമുള്ളൂ. നമ്മൾ മോശമായത് കൊണ്ടല്ല, നമ്മൾ പാവങ്ങളാണ്. എനിക്കറിയാം, ഞാൻ വളരെ പാവശുദ്ധനും നല്ലവനുമാണ്. പക്ഷേ മഹാപോക്കിരി എന്നുള്ള കാര്യം എൻ്റെ കൂട്ടത്തിലുള്ളവർക്കറിയാം. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് കോപം, അരിശം, പിന്നെ എന്താ ഈ ശരീരത്തിൻ്റെ എല്ലാ പ്രവണതകളും ആ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19 തൊട്ട് 21 വരെ വാക്യങ്ങളുണ്ട്. ഈ ശരീരത്തിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള ഒരു നേച്ചർ. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19 തൊട്ട് 21 വരെ വാക്യം. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, കോപം, മാത്സര്യം, ഭിന്നത, അസൂയ, വിഭാഗീയത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, അർമാദിക്കൽ, കൂട്ടുകൂടി നടക്കൽ, കൂട്ടുകാർ മാത്രം മതി, അപ്പനും വേണ്ട, അമ്മയും വേണ്ട, പള്ളിയും വേണ്ട, പ്രാർത്ഥനയും വേണ്ട. അതിന് പേരാണ് അരാജകത്വം. അരാജകത്വം. ഇനി ഇവിടെ കസേരകളുണ്ട്, കുറച്ച് പേരുകൾ കസേരയ്ക്ക് പോകും. അരാജകത്വം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ജഡത്തിൽ
ഈ ജഡം ദൈവത്തിൻ്റെ ആരാധന കേന്ദ്ര കൂടാരമാകാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഈ ജഡത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യം ഉണ്ടാകും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഈ ജഡത്തിൽ നമ്മൾ പല വിധത്തിൽ പരിശുദ്ധാത്മാവിനെ നിഷ്കർമ്മിച്ചാൽ നമ്മുടെ ആഗ്രഹം ലോകവും നമ്മൾ ഒന്നുപോലെയായി തീരും. അതാണ് ജെയിംസ് 4:4 യാക്കോബ് ശ്രീകളുടെ ലേഖനം 4-ാം അധ്യായത്തിൽ 4-ാം തിരുലിഖിതം. അഡൾട്രസ്, ഡോണ്ട് യു നോ ദാറ്റ് someone who make himself friendship with the world make himself hostile to God, enemy to God. വിശ്വസ്തത പുലർത്താത്തവരെ, ദൈവത്തോടുള്ള ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ആരെങ്കിലും തന്നെ ലോകത്തിന് മിത്രമാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ ദൈവത്തിന് ശത്രുവാക്കുന്നു. എപ്പോഴത് സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവിനെ നമ്മൾ ഡിമിനിഷ് ചെയ്യുമ്പോൾ, പരിശുദ്ധാത്മാവിനെ നമ്മൾ എന്താ പറയണത്, അതിനെ റെസിസ്റ്റ് ചെയ്യുമ്പോൾ, പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് ദൈവത്തിന് മിത്രമാകാൻ പറ്റുന്നത്. പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്നവരാണ് വിശ്വാസികൾ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്നവരാണ് എന്ന് എനിക്ക് പറയാൻ കഴിയും. കാരണം നിങ്ങൾ ഇവിടെ വന്നു എന്നത് തന്നെയാണ് അതിൻ്റെ കാരണം. നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ വലിയ പുണ്യങ്ങളല്ല പരിശുദ്ധാത്മാവ് നയിക്കുന്നതിൻ്റെ അടയാളം. പരിശുദ്ധാത്മാവ് നയിക്കുന്നതിന് ഞാൻ ഒരു ദിവസം എന്നോട് ഒരാൾ ചോദിച്ചു, പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് എൻ്റെ മേൽ വീശി എന്നതിൻ്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് എൻ്റെ മേൽ വീശി എന്നതിന് തെളിവ് ഇതാണ്: നിനക്ക് അല്ലെങ്കിൽ എനിക്ക് ദൈവികമായൊരു ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞു. ബൈബിൾ വായിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞു. ധ്യാനം കൂടാൻ തോന്നുന്നുണ്ട്, നമ്മളത്ര നല്ലതൊന്നും അല്ല, അത് നമുക്കറിയാം. അത് ഈ പരിശുദ്ധാത്മാവാണ് നമ്മളെ നല്ലവരാക്കി മാറ്റുന്നത്. നമുക്ക് ധ്യാനം കൂടാൻ തോന്നുന്നു, പരിശുദ്ധാത്മ നമ്മുടെ മേൽ വന്നു കഴിഞ്ഞു. നമുക്കൊരു ഉപവാസം എടുക്കാൻ തോന്നുന്നു, പരിശുദ്ധാത്മ നമ്മുടെ മേൽ വന്നു കഴിഞ്ഞു. നമുക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പോകാൻ തോന്നുന്നു, പരിശുദ്ധാത്മ നമ്മുടെ മേൽ വന്നിട്ടുണ്ട്. നമുക്ക് ബൈബിൾ കുറച്ച് നല്ല എങ്ങനെ പിടിച്ച് നടക്കാൻ തോന്നി, പരിശുദ്ധാത്മ നമ്മുടെ മേൽ വന്നിട്ടുണ്ട്. നമുക്ക് വെളുപ്പിന് എഴുന്നേക്കാൻ തോന്നി, പരിശുദ്ധാത്മ വന്നു. പരിശുദ്ധാത്മാവാണ് ആഗ്രഹം തരുന്നത്. പരിശുദ്ധാത്മാവിൽ നല്ലാതെ ദൈവിക ആഗ്രഹങ്ങൾ നമുക്കുണ്ടാവുകയില്ല. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ആ തോന്നിപ്പുകൾ കിട്ടിയ എല്ലാവരും ഒന്ന് കൈയടിച്ച് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് റോമാലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ 14-ാമത്തെ തിരുലിഖിതം. ഈ തോന്നിപ്പ് കിട്ടി, ആ തോന്നിപ്പ് അനുസരിച്ച് പോയാൽ മതി, നിങ്ങൾക്ക് ദൈവത്തിന്റെ അംഗീകാരം ഉണ്ടാവും. റോമാലേഖനം 8-ാം അധ്യായം 14-ാം തിരുലിഖിതം. ഇന്ന് നിങ്ങൾ ഒരുപാട് പേർക്ക് തോന്നിപ്പ് കിട്ടുന്നുണ്ട്, ഇന്ന് ഇവിടെ വെച്ച് മദ്യപാനം നിർത്തിയേക്കാം. അത് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞതിന്റെ അടയാളമാണത്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്, പുത്രിമാരാണ്. ഹല്ലേലൂയ. ഇന്ന് മക്കളെ കൊണ്ടുവരാൻ തോന്നി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന എക്സ്ട്രാ ചെല്ലാൻ തോന്നി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമുക്ക് ദൈവികമായ ആഗ്രഹങ്ങളും നമുക്ക് ദൈവികമായ കാഴ്ചപ്പാടുകളും ദൈവികമായ വിശപ്പും ദൈവികമായ ദാഹവും നമുക്കുള്ളിലുണ്ടാവും. പരിശുദ്ധാത്മാവിനെ റെസിസ്റ്റ് ചെയ്ത് അതിനെ അമർത്തി കളഞ്ഞാൽ എന്താ സംഭവിക്കുന്ന അറിയാവോ? നമ്മൾ ജഡമോഹങ്ങൾ പ്രബലപ്പെട്ട് നമ്മൾ ജഡത്തിനായി വിതയ്ക്കുന്നവരായി മാറും. അതാണ് ഗലാത്യ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 7-8 വാക്യങ്ങൾ. സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്തെടുക്കും. എന്താ സ്വന്തം ജഡത്തിനായി വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്വന്തം സുഖത്തിനായി വിതയ്ക്കുന്നവൻ കസേര ഇരിക്കുക സ്വന്തം സുഖത്തിനായി വിതയ്ക്കുകയാണ്. എഴുന്നേറ്റ് നിൽക്കുന്നവർ ആത്മാവിനായി വിതയ്ക്കുന്നവർ ഇതാ നിൽക്കുന്നു. വായിച്ചു നോക്കിയേ, ഗലാത്യ ലേഖനം 6-ാം അധ്യായം. ഇതൊക്കെ വായിച്ചിട്ട് ഞാനാകെ തവിടുപൊടിയായി കിടക്കുകയാണ്. വായിച്ചു നോക്കിയേ, ഗലാത്യ ലേഖനം 6-ാം അധ്യായം 7-8 വാക്യങ്ങൾ. നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കാനാവുകയില്ല. മനുഷ്യൻ വിതയ്ക്കുന്നതിനെ കൊയ്യും. സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും. സുഖം സുഖം സുഖം, സുഖിക്കുക, ജീവിക്കുക, സുഖിക്കുക, ഇങ്ങനെ പ്രമാണം പ്രച്ച് ജീവിക്കുന്നവരായി ഞാൻ ഇപ്പോൾ വചനത്തെ അടിസ്ഥാനപ്പെടുത്തി പറയുന്നു. സുഖിക്കുന്നവന് നഷ്ടം, സഹിക്കുന്നവന് ലാഭം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്തെടുക്കും. ആത്മാവിനായി വിതയ്ക്കുന്നവൻ, നഷ്ടപ്പെടുത്തുന്നവൻ, ഇല്ലാതായി തീരുന്നവൻ
ഗോതമ്പോട് നിലത്ത് വീണ് അഴിയുന്നത് പോലെ അഴിഞ്ഞഴിഞ്ഞില്ലാതായി തീരുന്നവൻ സ്വന്തം ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ, ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. യേശുക്രിസ്തു വരുമ്പോൾ അവൻ എന്തെങ്കിലും പ്രതീക്ഷിക്കാനുണ്ട്? സമ്മാനം കിട്ടും സഹിക്കുന്നവർക്ക്. അതാണ് പറഞ്ഞത്, സുഖിക്കുന്നവർക്ക് നഷ്ടം, സഹിക്കുന്നവർക്ക് ലാഭം. എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ നയിക്കപ്പെടണം. ക്രിസ്തീയ ദൈവമക്കൾ എല്ലാവരും പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്നവരാണ്. ദൈവത്തിൻ്റെ ആത്മാവിനെ നയിക്കപ്പെടുന്നവരാണ് ശക്തരായ മനുഷ്യർ. അല്ലാത്തവർ ചെറിയൊരു കാറ്റ്, ചെറിയൊരു വിഷമം, ചെറിയൊരു വേദന ഇത് കണ്ടാൽ ഇടത്തോട് വലത്തോട് ഓടാൻ നോക്കും, അടുത്ത ബസപ്പെടാൻ നോക്കും, ചാടിക്കയറും, വിട്ടുപോകും. അതാണ് സഭാപ്രസംഗൻ 11-ാം അധ്യായത്തിൽ 4-ാം വാക്യം. കാറ്റ് നോക്കിയിരിക്കുന്നവൻ വിതയ്ക്കുകയോ മേഘങ്ങളെ നോക്കിയിരിക്കുന്നവൻ കൊയ്യുകയോ ഇല്ല. കാറ്റ് വന്നാലും മേഘം വന്നാലും മഴ വന്നാലും വെയിൽ വന്നാലും എനിക്ക് കർത്താവിനെ വേണം, എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം, എനിക്കൊരു ആത്മീയ ജീവിതം വേണം. അങ്ങനെ ആഗ്രഹിക്കുന്നവന് എന്തുണ്ട്? ദൈവത്തിന് ഒരുപാട് പ്രതീക്ഷിക്കാനുണ്ട്. നിങ്ങൾ വിതച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ ആത്മാവിന് വേണ്ടി വിതച്ചുകൊണ്ടിരിക്കുകയാണ്. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്, പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ സംഭവിക്കുന്ന രണ്ടാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യമാണ് എന്താ പറഞ്ഞത്? അത് വിട്ടുപോയി. പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്താ? ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ വെറും ജഡമായി മാറും. ഈ വിത്തൗട്ട് ഹോളി സ്പിരിറ്റ് വി വിൽ ബിക്കം മിയർ ഫ്ലഷ്. പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ നമ്മൾ വെറും ജഡം മാത്രമായിരിക്കും. ജഡത്തിന്റെ ആഗ്രഹം, മാംസത്തിന് ആഗ്രഹങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഹല്ലേലൂയ. രണ്ടാമത്തത്, പരിശുദ്ധാത്മാവില്ലെങ്കിൽ സംഭവിക്കുന്ന രണ്ടാമത്തെ കാര്യമാണ്, if there is no Holy Spirit, without Holy Spirit there is no conversion, there is no contrition. ഒരു അനുതാപം ഉണ്ടായിരിക്കുകയല്ല. പരിശുദ്ധാത്മാവില്ലാതെ അനുതാപം ഇല്ല. ഒരു വ്യക്തിക്ക് ഞാൻ ചെയ്യുന്നത് പാപമാണെന്ന് തോന്നണമെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. ഈ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ വചനം കേൾക്കുമ്പോൾ മാത്രമല്ല, നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ ചുറ്റുവട്ടത്ത് കാണുന്ന ഏത് കാര്യവും പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ആത്മീയ കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള കാര്യങ്ങളായിട്ട് ഇത് ഉപയോഗിക്കാം. വേണ്ട, നിങ്ങൾ മുറിയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഓർമ്മ മതി. നിങ്ങളുടെ അപ്പനെ കുറിച്ച് ഓർമ്മയായിരിക്കാം, ചിലപ്പോൾ വഴി കണ്ട അപകടത്തെക്കുറിച്ച് ഓർമ്മയായിരിക്കാം, ചിലപ്പോൾ ഇന്നത്തെ മഴയെ കുറിച്ചുള്ള ഒരു ചിന്തയായിരിക്കാം. ആ ഒരൊറ്റ സെക്കൻഡിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ പലതും പഠിപ്പിക്കും. ദൈവത്തിന് നന്ദി പറയാനും ദൈവത്തിന് കരയാനും ആ സമയത്ത് പരിശുദ്ധാത്മാവിനെ സഹായിക്കും. നിങ്ങൾ നല്ല നേരം നല്ല മുഹൂർത്തം നോക്കി നിൽക്കരുത്. എപ്പോഴാണോ പരിശുദ്ധാത്മാവ് നിങ്ങൾ അനുതാപത്തിന് അപ്പം കരയുക? ചിലപ്പോൾ ടോയ്ലറ്റിൽ ഇരിക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ അടുക്കള നിൽക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ ഓഫീസിൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും, ചിലപ്പോൾ പരീക്ഷകളിലേക്ക് പോകുമ്പോഴായിരിക്കും. പരിശുദ്ധാത്മാവ് ഹോളി സ്പിരിറ്റ് വിൽ കൺവിക്ട് യു 24 hours. നിങ്ങളുടെ ഉള്ളിലിരുന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ പാപത്തെക്കുറിച്ച് ബോധ്യം തന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ ദൈവപിതാവിന് മുമ്പിൽ ചെയ്തു കൂടിയ മഹാപാപങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ബോധ്യം തന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഒരു ഓൺഗോയിങ് റിപ്പന്റൻസ് ഉണ്ടായിരിക്കും. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത്തത്, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ നിന്ന് നിഷ്കർമ്മിച്ചാൽ സംഭവിക്കുന്ന മൂന്നാമത്തെ കാര്യമാണ് there will be no life. പരിശുദ്ധാത്മാവില്ലെങ്കിൽ ജീവനില്ല. പരിശുദ്ധാത്മാവില്ലെങ്കിൽ ജീവനില്ല. പരിശുദ്ധാത്മാവില്ലെങ്കിൽ ജീവനില്ല. എങ്ങനെയാണ് നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നത്? റോമാലേഖനം 6-ാം അധ്യായം 23-ാമത്തെ വാക്യം. റോമാലേഖനം 6:21 പറഞ്ഞെങ്ങനെയാണ്? പാപത്തിന്റെ ശമ്പളമാണ് മരണം. The wages of sin is death. പാപത്തിന്റെ ശമ്പളമാണ് മരണം. പാപത്തിന്റെ ശമ്പളമാണ് ഭാരം. പാപത്തിന്റെ ശമ്പളമാണ് അസ്വസ്ഥത. പാപത്തിന്റെ ശമ്പളമാണ് അസമാധാനം. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, പാപത്തിന് അപ്പോഴാണ് നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്നത്. നമ്മുടെ ജീവൻ നിങ്ങൾക്ക് സത്യത്തിൽ ജീവൻ ഉണ്ടോ ഇല്ലയോ? മിണ്ടല്ലോ. ജീവനുണ്ടോ ഇല്ലയോ? ജീവനുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഒരു 2-3 സൂത്രങ്ങൾ അച്ഛൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ സൂത്രം, നിങ്ങളുടെ ചുറ്റുവട്ടത്തെ എല്ലാ ആളുകളും സ്വന്തം ജഡത്തിൻ്റെ ഇഷ്ടത്തിന് സന്തോഷത്തിന് വേണ്ടി പിന്നാലെ പോകുമ്പോൾ നിങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റായി പോകാൻ തോന്നുന്നു. നോക്കുക, ജീവൻ നഷ്ടപ്പെട്ടാൽ ചുറ്റുവട്ടത്തുള്ള കൂട്ടുകാർ എന്ത് ചെയ്യണം അതുപോലെ ചെയ്യാനേ തോന്നുള്ളൂ. ഒരു ചത്ത മീനെ എടുത്ത് വെള്ളത്തിലേക്ക് ഇടുക, ഒഴുക്കിനനുസരിച്ച് ഒഴുകിക്കൊണ്ടിരിക്കും. ജീവനുള്ള മീനെ എടുത്ത് പുഴയിലേക്ക് ഇടുക, ഒഴുക്കിനെതിരെ നീന്താൻ തുടങ്ങും. ഒഴുക്കിനെതിരെ നീന്താൻ നിങ്ങൾക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും പറയുകയാണ് പള്ളിയിൽ പോകണ്ട, നിങ്ങൾ പറയണം ഞാൻ പള്ളിയിൽ പോകും, എന്നാൽ നിങ്ങൾക്ക് ജീവനുണ്ട്.
ആത്മാവിൽ ജീവനുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട് ഓസ്ട്രേലിയയിലെ ഒരു കുടുംബത്തിലൊരു അനുഭവം. ഒരപ്പൻ ഒരമ്മ, രണ്ട് ആൺമക്കള്. ആൺമക്കൾ യൂണിവേഴ്സിറ്റി പഠിക്കുകയാണ്. യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന, പ്രത്യേകിച്ച് യൂറോപ്പിലും ഓസ്ട്രേലിയയിലൊക്കെ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ആൻറ്റി കാത്തലിക്, ആൻറ്റി റിലീജിയസ് ആയിട്ടുള്ള ഒരു പ്രത്യേക സ്പിരിറ്റ് അവരെ ബാധിക്കും. പിന്നെ പള്ളിപ്പോക്ക്, പ്രാർത്ഥനയൊക്കെ കുറയ്ക്കും. ഇതൊക്കെ ഒരു അബ്സൈഡിറ്റി ആയിട്ട്, വിഡ്ഢിത്തരായിട്ടൊക്കെ അവർക്ക് തോന്നുന്ന കാലം, ചെറുപ്പം, ചോരത്തിളപ്പുള്ള കാലം. അങ്ങനെ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന 2 ചെറുപ്പക്കാർ. ഈ അപ്പൻ ഒരേ 10-16 വർഷം പള്ളിയിൽ കൈകാരനായിരുന്നുകൊണ്ട് പതുക്കെ അത് ലെവലായിട്ടുണ്ട്. അങ്ങനെ ഈ അപ്പൻ പള്ളിപ്പോക്ക് നിർത്തി, പ്രാർത്ഥന നിർത്തി, അതിൻ്റെ വിശ്വാസം പോയി. അതങ്ങനെ വീട്ടിൽ ഇരിക്കുകയാണ്. ഞായറാഴ്ചയായപ്പോൾ പിള്ളേർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നു ശനിയാഴ്ച. അപ്പോൾ ഈ അപ്പൻ പറഞ്ഞു, എങ്ങനെ നമുക്ക് പള്ളിയിൽ പോയി, എങ്ങനെ പള്ളി പിന്നെയാലും പോകാം, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ട്രക്കിങ്ങിന് ജീപ്പൊക്കെ മലയിലേക്ക് ഓടിച്ച് കയറുന്ന എന്തോ ഒരു ജോലിക്ക് പോകാം. പിന്നെ മലയുടെ മുകളിൽ പോയിട്ട് ബക്കറ്റിനകത്ത് കോഴി വേവിക്കുന്നത് പരിപാടിയുണ്ട്, അതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് പിള്ളേർ 2 ചെറുപ്പക്കാരെ ഈ അപ്പൻ കുറച്ച് മദ്യവും ഒക്കെ ആയിട്ട് അപ്പൻ നിൽക്കുകയാണ്. ഉടനെ ഈ കുട്ടികൾ ഞായറാഴ്ച പള്ളി പോകേണ്ട സമയമായപ്പോൾ ആണ് അപ്പൻ ഇത് പറയണത്. അപ്പോൾ ഈ കുട്ടികൾ 2 പേര് ഒരു മിനിറ്റ് നിന്ന് പോയി. എന്നിട്ട് പറഞ്ഞു, അപ്പാ പ്രമാണങ്ങൾ ലംഘിക്കാൻ ഞങ്ങളില്ല അപ്പാ എന്ന് പറഞ്ഞു. അവർ പെട്ടെന്ന് വണ്ടി എടുത്ത് അവർ പള്ളിയിലേക്ക് പോയി. പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പ്രമാണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥലത്തിൻ്റെ ആധാരമല്ലേ ഈ പറയണത്. പ്രമാണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ 10, തിരുസഭയുടെ കൽപ്പനകൾ 5. ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കാൻ ഞങ്ങളില്ല. ഞങ്ങൾക്ക് പള്ളിയിൽ പോകണം. ഇന്ന് ഞായറാഴ്ചയാണ്, കർത്താവിനെ ആരാധിക്കണം. ഒഴുക്കിനെതിരെ നീന്തുക എന്ന് പറഞ്ഞ ഇതാണ്. ചിലപ്പോൾ അപ്പം പറയും പള്ളി പോകണ്ട, ചിലപ്പോൾ അപ്പം പറയും കുമ്പസാരിക്കണം, ചിലപ്പോൾ അപ്പം പറയും ദൈവം ഉണ്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് പറയും ഉണ്ട്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് പറയും പള്ളി പോകണം. നമ്മൾ വിളിക്കുന്ന പരിശുദ്ധാത്മാവ് പറയും കുമ്പസാരിക്കണം. ചിലപ്പോൾ ഒറ്റ ആൾ മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ പറയാൻ. 7-6 പേരും ഒറ്റ വഴിക്ക് നീങ്ങുമ്പോൾ ഒരൊറ്റ ആളുടെ ഉള്ളിലായിരിക്കും പരിശുദ്ധാത്മാവ് പറയണത് പള്ളി പോകണം. അപ്പോൾ അവിടെ എഴുന്നേറ്റ് നിന്ന് ഞാൻ പള്ളി പോകും, ദൈവം ഉണ്ട് എന്ന് പറഞ്ഞ് പോകാൻ പറ്റിയാൽ നീൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് സ്ട്രോങ് ആണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒഴുക്കിനെതിരെ നീന്താൻ പറ്റുക. അല്ലെങ്കിൽ without Holy Spirit we are dead. Without God man is dead. എത്രയോ കാലങ്ങളായി നമ്മൾ നമ്മുടെ അന്തരംഗത്തിൽ മരിച്ച അവസ്ഥയിലാണ്. വെളിപാടിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 1-2 തിരുലിഖിതങ്ങൾ, ദൈവമക്കളെ വഞ്ചിതരാകരുത്, ഇങ്ങനെ പോകരുത്, നമ്മുടെ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കണം, ഇന്നല്ലെങ്കിൽ നാളെ ഇതിനൊക്കെ ഒരു അവസാനം വരും, നമ്മുടെ ജീവിതത്തിന് കണക്ക് കൊടുക്കേണ്ടി വരും. വെളിപാടിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ. സാർദീസിലെ സഭയുടെ ദൂതനെ എഴുതുക, ദൈവത്തിന് സപ്താത്മാക്കളും സപ്തതാരങ്ങളുള്ളവൻ പറയുന്നു, നിന്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു, ജീവിച്ചിരിക്കുന്നു എന്നാണ് നിന്നെ കുറിച്ച് പറയപ്പെടുന്നത്. പക്ഷേ നീ മരിച്ചവനാണ്. നിന്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു. നിന്നെ കുറിച്ച് എല്ലാവരും പറയുന്നത് ഇടവകയിൽ സ്മാർട്ടാണ്, ഇടവകയുടെ കണ്ണിലുണ്ണിയാണ്, ഇടവകയുടെ ജീവനാണ്, നമ്മുടെ അഭിമാനമാണ്, നമ്മുടെ പൊന്നോമനയാണ് എന്ന് നിന്നെ കുറിച്ച് എല്ലാവരും പറയുന്നു. എന്നാൽ നിന്റെ ദൈവത്തിന് മുമ്പിൽ നീ മൃതനാണ്. ദൈവമാണ്, ദൈവവചനമാണ് പറയണത്. എങ്ങനെയാണ് നമ്മുടെ ആത്മാവ് മൃതമാകുന്നത്? നമ്മുടെ ആത്മാവ് മൃതമാകുന്നത് the wages of sin is death. നമ്മുടെ ഓരോ പാപങ്ങളും മരണം നമ്മളിലേക്ക് നിവേശിപ്പിക്കുകയാണ്. 1 തിമോത്തി 5-ാം അധ്യായത്തിൽ 6-ാമത്തെ വാക്യം, 1 തിമോത്തി 5-ാം അധ്യായം 6-ാം വാക്യം, നീ കൂട്ടുകാരൻ്റെ കൂടെ കൂടി കുടിക്കുകയും മതിക്കുകയും അർമാദിക്കുകയും ചെയ്യുമ്പോൾ ഒരു കാര്യം അറിയണം മകനെ, മകളെ, ഇതറിയുക, നീ സുഖഭോഗങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ നിന്റെ ആത്മാവ് മരിച്ച അവസ്ഥയിലാണ്. സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ച അവസ്ഥയിലായി കഴിഞ്ഞു. സുഖം വേണ്ട, എനിക്ക് ചോക്ലേറ്റ് വേണ്ട, ഈ നോമ്പ് കാലത്ത് എനിക്ക് ഐസ്ക്രീം വേണ്ട, എനിക്ക് മധുരം വേണ്ട, എനിക്ക് ചായ വേണ്ട, തടി കുറയ്ക്കാൻ വേണ്ടി പറയണതല്ല. ദൈവസ്നേഹത്തെ പ്രതി പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രായശ്ചിത്തവും പരിഹാരത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സാക്രിഫൈസ് എടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ്, നിങ്ങൾ ആത്മീയ ജീവനുള്ളവരാണ്. എന്നാൽ സുഖാനുഭവങ്ങളിലാണ് 24 hours നമ്മുടെ ജ്വരമെങ്കിൽ ആത്മാവിൽ മൃതമായ അവസ്ഥയിലാണ്. സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുന്ന വ്യക്തി ആ ജീവിതം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ച അവസ്ഥയിലാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ആർക്കൊക്കെ ഇങ്ങനത്തെ സ്ഥിതി ആർക്കെല്ലാം ഉണ്ട്? റോമാലേഖനം 3-ാം അധ്യായം 23-ാമത്തെ തിരുലിഖിതത്തിൽ പറയാണ്. റോമ 3:23 പറയുന്നത് എങ്ങനെയാണ്?
എല്ലാവരുടെ മേലും ഇത് വ്യാപിച്ച് എല്ലാവരുടെയും തേജസ് നഷ്ടപ്പെട്ടു. എല്ലാവരും ദൈവമഹത്വത്തിന് അയോഗ്യരായി. എല്ലാവരുടെയും ചക്രവാളം നഷ്ടപ്പെട്ടു. ഇന്ന് ലോകത്തിന് ഏറ്റവും വലിയ ആവശ്യമാണ് ജീവൻ. ഇന്ന് നമ്മുടെ കുടുംബത്തിന് ഏറ്റവും വലിയ ആവശ്യമാണ് ജീവൻ. ഇന്ന് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഏറ്റവും വലിയ ആവശ്യമാണ് ജീവൻ, നവജീവൻ. ആ നവജീവൻ കിട്ടണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ വിളിക്കണം. പരിശുദ്ധാത്മാവിനെ വിളിക്കണം. അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, നിങ്ങളൊരു ശവത്തിന് മുമ്പിൽ ഒരു ബിരിയാണി കൊണ്ട് വെച്ച് നോക്കൂ. നല്ല ബെസ്റ്റ് ബിരിയാണിയാണ്. ഇവിടുത്തെ കടകളുടെ കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ട, നമ്മുടെ വീട്ടിലുണ്ടാക്കിയ കാര്യം ചിന്തിച്ചാൽ മതി. ഒരു ബെസ്റ്റ് ബിരിയാണി, നിങ്ങളത് ഒരു നല്ല ആരോഗ്യമുള്ള മനുഷ്യൻ മരിച്ചു കിടക്കുന്നു, ആ മരിച്ചു കിടക്കുന്ന ആളുടെ അടുത്ത് കൊണ്ട് വെക്കുന്നു. ആള് എന്തെങ്കിലും അതിനോട് റെസ്പോൺസ് കാണിക്കുകയോ? ബിരിയാണി അല്ലേ, ഇതിങ്ങനെ കഴിച്ചിട്ട് പിന്നെ കിടക്കാം എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് കഴിച്ചിട്ട് പിന്നെ കിടക്കുമോ? ഇല്ല, യാതൊരു ഒരു ഭാവവ്യത്യാസവും ഇല്ല, അതിങ്ങനെ കിടക്കും. ഇതുപോലെയാണ് നമ്മൾ ആത്മാവിൽ പാപത്താൽ മരിച്ച അവസ്ഥയിലാണെങ്കിൽ കുർബാന, നോ ടേസ്റ്റ് ഫോർ ഹോളി മാസ്, കുംഭസാരം, നോ ക്രൈസ്, നത്തിങ്, അതിനോട് ഒരു താല്പര്യം ഉണ്ടായാലും ഒന്നുമില്ല. എല്ലാം കല്ലും മണ്ണും പോലെ ഇരിക്കും. കുംഭസാരം, കുർബാന, വചനം, ധ്യാനം, പ്രാർത്ഥന, കൺവെൻഷൻ, ഇതെല്ലാം കല്ലും മണ്ണും പോലെ ഇരിക്കും. ടേസ്റ്റ് ഇല്ല, അതിനുവേണ്ടി വിശപ്പുണ്ടാവില്ല, ദാഹം ഉണ്ടായില്ല. കാരണം നമ്മുടെ അന്തരാത്മാവിൽ അനേക നാളുകളായി നമ്മൾ മൃതപ്രായമായ അവസ്ഥയിലാണ്. അവരൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഈ അവസ്ഥയിലേക്ക് പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മാവ് പാപികളാണെങ്കിൽ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് നമുക്ക് കൃപ തരും. പരിശുദ്ധാത്മാവിനെ കിട്ടാൻ ആഗ്രഹിക്കുന്നത് വിളിച്ചാൽ മാത്രം, ചോദിച്ചാൽ മാത്രം മതി. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കും നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കണ ഏത് പിതാവാണ് നിങ്ങളുടെ ഇടയിലുള്ളത്? അപ്പൻ ചോദിച്ചാൽ കല്ല് കൊടുക്കണ ഏത് അപ്പനാണ് നിങ്ങളുടെ ഇടയിലുള്ളത്? അങ്ങനെയെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി ദൈവം പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. തന്നോട് ചോദിക്കുന്നവർക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ നൽകുകയില്ലേ? ചോദിച്ചാൽ മതി. കർത്താവ്, ഞാൻ പാപിയാണ്, ഞാൻ തകർന്നവനാണ്, ഞാൻ മദ്യപാനിയാണ്, പക്ഷെ എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം. ഇങ്ങനെ ഒന്ന് കരഞ്ഞു നോക്കി പരിശുദ്ധാത്മാവ് വരും അവിടെ. നമ്മൾ വിചാരിക്കുന്ന അത്ര ഡിഫിക്കൽട്ടി ഇതിനകത്തില്ല, സിമ്പിൾ. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അത്ര നല്ല ആളാണ്, നിങ്ങൾ ഇനി തെറ്റിദ്ധരിക്കരുത്. ഞാൻ പണ്ടത്തെ അട്ടപ്പാടിയിലെ ആളാണ്, പക്ഷേ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ് മാറ്റങ്ങളെല്ലാം ഉണ്ടാകുന്നത്. പരിശുദ്ധാത്മാവ് മാത്രമാണ് നമ്മളെ മാറ്റാൻ കഴിവുള്ളത്. നമുക്ക് നമ്മളെ മാറ്റാൻ കഴിവില്ല. നമുക്ക് നമ്മളെ നന്നാക്കാൻ കഴിവില്ലാത്തവരാണ്. നന്നാക്കാൻ നോക്കിയാൽ നമ്മുടെ ബലഹീനത നമ്മൾ അറിയുള്ളൂ, നമ്മുടെ നിസ്സഹായത നമ്മൾ അറിയുള്ളൂ. അവരൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഇരുന്ന മഠത്തേക്ക് ഒന്ന് എഴുന്നേക്കണോ? അല്ലെങ്കിൽ ഇരുന്നാൽ മതിയോ? ഒന്ന് എഴുന്നേക്കാം അല്ലേ? ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റോ. അപ്പോൾ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കൊരു ദൈവത്തിൻ്റെ എന്തോ ഒരു ഫോർമേഷൻ ഇതിനകത്തുണ്ട്, ഒരു ഫോർമേഷനാണ്. എഴുന്നേക്കാൻ പറ്റുന്നവർ എഴുന്നേറ്റാൽ മതി, എഴുന്നേക്കാൻ പറ്റാത്തിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഒന്ന് സ്തുതിക്കാൻ പോവുകയാണ്. കർത്താവെ, ഇപ്പം കേട്ട രണ്ട് കാര്യങ്ങൾ: ഒന്ന്, പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ നമ്മൾ മിയർ ഫ്ലഷ്; രണ്ട്, പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ വി ആർ ഡെഡ്. ഈ രണ്ട് കാര്യങ്ങൾ. മൂന്ന്, പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ നമുക്ക് അനുതാപം ഇല്ല, അനുദപിക്കാൻ പറ്റുന്നില്ല, നമുക്ക് പാപമുണ്ടെന്ന് തോന്നുന്നു പോലുമില്ല. അതിൻ്റെ കാരണം നമ്മൾ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങൾ ഉയർത്തി ഒന്ന് ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, ഈ രാത്രി പ്രിയപ്പെട്ട എല്ലാ കുട്ടികളെയും സമർപ്പിക്കുകയാണ്. ഈ പ്രിയപ്പെട്ട എല്ലാ മക്കളെയും യുവതിവാക്കന്മാരെ സമർപ്പിക്കുകയാണ്. ബാലിക ബാലന്മാരെ സമർപ്പിക്കുകയാണ്. ഇവരുടെ മേലെ എല്ലാ സഭയുടെ അഭിഷേകമായി പരിശുദ്ധാത്മാവേ പറയണമേ, റൂഹായേ വരണമേ, റൂഹാ, 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 വരിക, വരിക, വരിക. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ആഗ്രഹിച്ച
പ്രൈസ് ദി ലോർഡ്. 2 മിനിറ്റ് കൂടി ഇരുന്നാലോ? നമ്മൾ സമയത്ത് 9 മണിക്ക് വിടാം. 2 മിനിറ്റ് കൂടി ഇരുന്നാൽ മതി. നിലത്തിരിക്കാൻ പറ്റില്ല, സൈഡിലൊക്കെ ഉള്ള സാഹചര്യങ്ങൾ നോക്കിയിരുന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടുത്തത് 4-ാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി അടഞ്ഞു പോകും, ബുദ്ധി മറിഞ്ഞു പോകും. നമുക്ക് വേണ്ടത് പഠിക്കേണ്ട സമയത്ത് പഠിക്കാൻ തോന്നിയല്ല, ബിസിനസ് ചെയ്യേണ്ട സമയത്ത് ബിസിനസ് ചെയ്യാൻ തോന്നിയല്ല, നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കാൻ തോന്നിയാൽ, കാലം തെറ്റി കൃഷി ചെയ്യാൻ തുടങ്ങും. ആവശ്യമില്ല, സമയം തെറ്റി ട്രെയിൻ കയറാൻ ചെല്ലുന്ന പോലെയാണ്. ട്രെയിനൊക്കെ പോയി കുറച്ച് സമയം കഴിഞ്ഞിട്ട് അവിടെ എല്ലാം താളം തെറ്റിയ ഒരു അവസ്ഥയിലായിരിക്കും. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മിപ്പിക്കും, പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. പഠിക്കാൻ കഴിയാത്ത പല കുട്ടികൾ, ഞാൻ ഇന്ന് തന്നെ ഒരു കുട്ടീനെ കണ്ടു, അല്ല ഒരു അപ്പനെ കണ്ടു. അപ്പം പറയാണ്, അപ്പൻ്റെ മോൻ +2 പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്താൽ പഠിച്ചാൽ ജയിക്കില്ല, എന്ത് ചെയ്താൽ പഠിച്ചാൽ തലേ കയറിയല്ല. അപ്പോൾ ഇവിടുന്ന് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇവിടുന്ന് ആദ്യ വെള്ളിയാഴ്ച ബസ് കൊണ്ടിരുന്ന ചേട്ടനാണ്. ആ ചേട്ടൻ ഇങ്ങനത്തെ ഒരു കാർഡ് നിങ്ങൾക്ക് തരും, ഇങ്ങനത്തെ കാർഡ് കിട്ടിയാൽ അത് അച്ഛൻ അംഗീകരിച്ചിട്ടുള്ളതാണ്. അത് ഇവിടുന്ന് എല്ലാം ആദ്യ വെള്ളിയാഴ്ചയും നടന്നു. അപ്പോൾ ആ ചേട്ടൻ പറയാണ്, ഞാൻ അട്ടപ്പാടിയിൽ എൻ്റെ മോനെ കൊണ്ടുവന്ന് ആശീർവാദം സ്വീകരിച്ചു. അന്ന് തൊട്ട് മോൻ്റെ ബുദ്ധി തെളിഞ്ഞ് പഠിക്കാൻ തുടങ്ങി, നല്ല മാർക്ക് വാങ്ങി, ഡിഗ്രിക്ക് പോയി, ഭയങ്കരമായ ഉയർച്ച ആ കുടുംബത്തിനുണ്ടായി. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ ഇടുക്കിയിൽ നിന്ന് ഒരു കുട്ടീനെ, ഒരു അമ്മച്ചി വന്നു, കുട്ടി വന്നില്ല, അമ്മ വന്നു. അമ്മ വന്നിട്ട് പറഞ്ഞു, ഈ മോൻ 24 hours മൊബൈൽ ഫോൺ അഡിക്ഷനാണ്. അങ്ങനെ മൊബൈൽ ഫോൺ അഡിക്ഷനായ ഈ മനുഷ്യനെ, ഈ കുട്ടി അവസാനം കുട്ടിയുടെ സ്ഥിതി എന്നറിയോ, ഭക്ഷണം കഴിക്കാൻ പോലും മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി മതി, അതുപോലെ മൊബൈലിൻ്റെ അടിമയായിപ്പോയി. അപ്പോൾ പരിശുദ്ധാത്മാവിന് മാറ്റം വരുത്താൻ കഴിയുമെന്ന് ഈ അമ്മ വിശ്വസിച്ചു. ഇടുക്കിയിൽ നിന്ന് അട്ടപ്പാടിയിൽ വന്നൊരു ആദ്യ വെള്ളിയാഴ്ച വന്ന് കരഞ്ഞ്, അപ്പോൾ ഇതുപോലെ കുട്ടിയില്ല, ആശീർവാദം കൊടുക്കാൻ പറഞ്ഞു. ശരി, കുട്ടിയില്ലെങ്കിൽ ശരി, ആശീർവാദം കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, അങ്ങ് കിലോമീറ്റർ അകലെയുള്ള കുട്ടിയുടെ മേൽ പരിശുദ്ധാത്മ ശക്തി വീശി. ആ കുട്ടിക്ക് മാറ്റം വന്നു. ആ കുട്ടി പതുക്കെ സ്വഭാവം മാറി. ആ കുട്ടി പഠിക്കാൻ തുടങ്ങി, മുറിയിൽ നിന്ന് പുറത്തു വരാൻ തുടങ്ങി, പരീക്ഷ എഴുതി, പാസ്സായി. പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് ഡിഗ്രി കഴിഞ്ഞു, നല്ല ലെവൽ. പറഞ്ഞേ. എൻ്റെ പേര് ജാസ്മിൻ, ഞാൻ ഇടുക്കി രൂപതയിൽ നിന്ന് വരുന്നു. എൻ്റെ മകന് നല്ല രീതിയിലുള്ള ഇൻ്റർനെറ്റ് അഡിക്ഷൻ ഉണ്ടായിരുന്നു. ഏകദേശം 8ാം ക്ലാസ് മുതൽ അവൻ മുറി പൂട്ടിയിരുന്ന് കമ്പ്യൂട്ടർ ഗെയിം കളിക്കുമായിരുന്നു. +1 ഒക്കെ ആയപ്പോഴത്തേക്ക് കമ്പ്യൂട്ടർ ഗെയിമിന് അടിമയായ ഒരവസ്ഥയായിരുന്നു അഡിക്ഷൻ. +1 ഒക്കെ ആയപ്പോഴത്തേക്ക് അവന് സ്കൂളിൽ പോകാൻ സാധിക്കാതെയായി. ഓർമ്മയില്ല, പഠിക്കാൻ പറ്റുന്നില്ല, എക്സാം എഴുതാൻ പറ്റുന്നില്ല. അപ്പോൾ സ്കൂളിൽ നിന്ന് മാം വിളിച്ച് ചോദിച്ചു, കൊച്ചിന് എന്ത് പറ്റി, നന്നായിട്ട് പഠിക്കുന്നതായിരുന്നല്ലോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ നല്ല തിരക്കായിരുന്നു. ഇങ്ങനത്തെ ഒരു ഫ്രൈഡേ ആയിരുന്നു വന്നിരുന്നത്. അപ്പം മൺട്രോട്ട് അച്ഛനെ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ അച്ഛനെ കാണാൻ പറ്റുമെന്നൊരു പ്രതീക്ഷയില്ലായിരുന്നെങ്കിലും കർത്താവിൻ്റെ വലിയ കൃപ കൊണ്ട് ഞങ്ങൾ ഈവനിങ് വരെ വെയിറ്റ് ചെയ്ത് അങ്ങനെ അച്ഛൻ്റെ കൈവെപ്പ് പ്രാർത്ഥന സ്വീകരിച്ചു. അതിനുശേഷം അത് പൂർണ്ണമായിട്ടും അന്ന് കംപ്ലീറ്റ് വിട്ടുപോയി. കമ്പ്യൂട്ടർ ഗെയിമിന്റെ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ റൂം അടച്ചിങ്ങനെ എപ്പോഴും കമ്പ്യൂട്ടർ ഗെയിം കളിച്ചുകൊണ്ടിരുന്നു. സ്കൂളിൽ പോകാൻ തോന്നാതെയായി. സ്കൂളിലെ അധ്യാപകർ ഇടപെട്ടു. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കുടുംബം മോനുമായിട്ട് ഇവിടെ വന്നത്. ആ ഒരു ബ്ലെസ്സിങ്ങും വെഞ്ചിരിപ്പും പ്രാർത്ഥനയും ഇതെല്ലാം കിട്ടി. പിന്നെ അതോടുകൂടി ക്ലിയർ ആയി അല്ലേ? ഇപ്പൊ സ്കൂളിലൊക്കെ പോകുന്നില്ലേ? എന്ന് പറഞ്ഞ എന്താ സംഭവം? അതായത് മകനെ അമ്മ അതുപോലെ നോക്കിക്കൊണ്ടിരിക്കുക. ഭക്ഷണം കഴിക്കാൻ പോലും മോനെ താല്പര്യമില്ല. ഇന്റർനെറ്റിലിരിക്കുക, ഫുൾ ടൈം മീഡിയ എന്തൊക്കെയാണ് അതൊക്കെ നോക്കിയിരുന്ന് അമ്മയെന്ന് വിളിക്കാൻ പോലും മകന് സമയമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. ആ സമയത്താണ് അമ്മ ഈ മകനെയും കൂട്ടി ഈ ആലയത്തിലേക്ക് കൊണ്ടുവന്ന് പട്ടാലച്ചന്റെ കരങ്ങൾ വെച്ചു, പ്രാർത്ഥിച്ചു. അന്ന് രാത്രി മുതൽ പിന്നെ ഇന്ന് വരെ അതിന് അടിമപ്പെട്ടിട്ടില്ല, അത് കാണാൻ പോയിട്ടില്ല. വീട്ടിൽ നിന്ന് മുറിയിൽ നിന്ന് പുറത്തിറങ്ങി കഴിയുമ്പോഴേ അമ്മയെന്നൊന്ന് വിളിക്കാൻ പോലും സമയമില്ല. പെട്ടെന്ന് ഹറിയപ്പാണ്, തിരിച്ചു പോയി വീണ്ടും ഗെയിം കളിക്കണം. എന്തായി? കർത്താവ് രക്ഷിച്ചു. ആ ആത്മാവിനെ കർത്താവ് രക്ഷിച്ചു. പിന്നെ നന്നായി പഠിച്ചു, +2 കഴിഞ്ഞു, ഡിഗ്രിക്ക് അല്ലേ, ഡിഗ്രിക്ക് പഠിക്കാൻ തുടങ്ങി. ദൈവം ആ ആത്മാവിനെ അപ്പോൾ ആ പഠനത്തിൽ അപ്പോൾ ആ കുട്ടി അങ്ങനെ വസിച്ചു പോട്ടെ എന്ന് വിചാരിച്ചാലോ അങ്ങനെ പോവും. പ്രാർത്ഥന സ്വീകരിച്ചപ്പോഴോ വ്യത്യാസം വന്നു. അതുകൊണ്ടാണ് മാന്തിരുത്തിച്ച് പറയുന്നത്, മക്കളെ വീട്ടിൽ ഇരുത്തരുതേ, അവരെ കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്ന് അവർക്കൊരു പ്രാർത്ഥന മേടിച്ചു കൊടുക്ക്. കമ്പ്യൂട്ടർ മേടിച്ചു കൊടുക്കണേക്കാളും മൊബൈൽ മേടിച്ചു കൊടുക്കണേക്കാളും വലുതാണ് ഓരോ കുഞ്ഞിനും വേണ്ടി ഒരു പ്രാർത്ഥന മേടിച്ചു കൊടുക്കുന്നത്. യുവതീവാക്കന്മാരെ ഈ കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരിക,
നിങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾ വരേണ്ട ആവശ്യമില്ല, കുട്ടികൾ തന്നെ വന്ന് പ്രാർത്ഥന മേടിച്ചോളും. ആദ്യത്തെ 1-2 തവണ കൊടുത്താൽ മതി, പിന്നെ കുട്ടികൾ തന്നെ വന്ന് പ്രാർത്ഥന മേടിച്ചോളും. ഞാൻ ഓർക്കുന്നുണ്ട് മുല്ലശ്ശേരി കൺവെൻഷൻ ഒരു കുട്ടിക്ക് പറയണം, ആ കുട്ടിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയപ്പോൾ കുട്ടി പറഞ്ഞു, എൻ്റെ പരിശുദ്ധാത്മാവിന് കഴിയാത്തതായി ഒന്നുമില്ലെന്നൊരു വിശ്വാസം അങ്ങോട്ട് നിറഞ്ഞു. അപ്പോൾ ആ കുട്ടി ഒരു ദിവസം വന്ന് ആ കുട്ടി പറഞ്ഞു, എനിക്ക് ഇങ്ങനൊരു വേണം, ഒരു ബ്ലെസ്സിങ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പറയുന്നത്, ബ്ലെസ്സിങ് വേണമെന്ന് പറയുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് ഒരു ബ്ലെസ്സിങ് കൊടുത്തു. അപ്പോൾ ചോദിച്ചു, എന്താ നിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു. സ്വരം ഇല്ലെന്ന് പറഞ്ഞു. സ്വരം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. ഇത്രേ പറഞ്ഞുള്ളൂ. ആ കുട്ടിയുടെ അനുഭവം എന്താണ്? പേര് ഓർക്കാൻ പറ. പേരെന്താ? എനിക്ക് ഫുള്ളായിട്ട് കിട്ടണില്ല, പുതിയ ഇംഗ്ലീഷ് വാക്കുകളൊക്കെയാണ്. ഓക്കെ, പറഞ്ഞോളൂ. ഞാൻ മുല്ലശ്ശേരി ഇടവകയിൽ നിന്ന് വരുന്നു. മുല്ലശ്ശേരി ഇടവകയിൽ നിന്ന്. പറഞ്ഞോ. ഞാൻ എൻ്റെ 3.5 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് എൻ്റെ തൊണ്ടയിലെ സൗണ്ട് നഷ്ടപ്പെടുകയും അതിനോടനുബന്ധിച്ച് പല ട്രീറ്റ്മെൻറ്റ് നടത്തുകയും ചെയ്തു. എന്നിട്ട് തൃശ്ശൂരിൽ ഒരു ഡോക്ടർ പറഞ്ഞു, ഉറപ്പായിട്ടും ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്ന്. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഉറപ്പായിട്ടും ഒരു ഓപ്പറേഷൻ ചെയ്യണം. ഓപ്പറേഷൻ ചെയ്താൽ മാത്രമേ ഇത് മാറുള്ളൂ. കുട്ടിയുടെ പ്രോബ്ലം എന്താ വെച്ചാൽ സ്വരം പോവുക അല്ലേ? സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം കുട്ടിക്ക് സ്വരമില്ല അല്ലേ? സ്വരം പോകും. എന്നിട്ട് പല ട്രീറ്റ്മെന്റ് നടത്തി എന്നിട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ആ സമയത്താണ് മുല്ലശ്ശേരി ഇടവകയിലെ വട്ടായിലച്ഛന്റെ ധ്യാനം ഉണ്ടായത്. അവസാന ദിവസം ഞാനും എൻ്റെ ചേച്ചിയും കൂടിയിട്ട് വട്ടായിലച്ഛനെ കാണാൻ വരികയും വട്ടായിലച്ഛൻ എൻ്റെ തലയിൽ കൈ വെച്ചിട്ട് പറഞ്ഞു, മോൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, മോൾ സാക്ഷ്യപ്പെടുത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ടു. അന്ന് മുതൽ ഇന്നേ വരെ എനിക്ക് അതിനോടനുബന്ധിച്ച് ഒരു പ്രശ്നം ഇപ്പൊ അതേവരെ ആ കാര്യം അപ്പൊ ആ കുട്ടിയുടെ ചേച്ചിയുടെ പറഞ്ഞ് എനിക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്, സ്വരമില്ല, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വരം പോകും, പിന്നെ ആംഗ്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ കുട്ടീനെ സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഇതാ നിനക്കൊരു കുഴപ്പമില്ല, നീ ഓപ്പറേഷനും ചെയ്യണ്ട, മെഡിസിനും എടുക്കണ്ട, ആശുപത്രിയിൽ പോകണ്ട, നിനക്കൊരു കുഴപ്പമില്ല, നീ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി റെഡിയാണോ എന്ന് ചോദിച്ചു. കുട്ടി പറഞ്ഞു, ശരിക്കും ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞു. കുട്ടികൾക്ക് പണ്ടത്തെ പോലെ നല്ല തീക്ഷ്ണതയുള്ള കുട്ടികളാണ്. ശരിക്കും സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു കുഴപ്പമില്ല. കർത്താവ് ക്ലിയറാക്കി. അപ്പൻ എന്താ പറഞ്ഞു? അപ്പനും പറഞ്ഞ കുറച്ചുകൂടെ എന്താ കുട്ടിക്ക് എന്തായിരുന്നു? കുട്ടിക്ക് സൗണ്ട് തീരെ ഉണ്ടാവില്ല, സൗണ്ട് പോവും, പിന്നെ ആംഗ്യ ഭാഷ മാത്രമേ പറയുള്ളൂ. പിന്നെ അത് ഞാൻ പറഞ്ഞ ഇങ്ങനെ കാണിച്ചോണ്ടിരിങ്ങനെ ഓരോ ആംഗ്യങ്ങൾ, ചോറൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ കാണിക്കും, കുടിക്കാൻ വേണമെങ്കിൽ ഇങ്ങനെ കാണിക്കും. അതായിരുന്നു. സംസാരിച്ചോണ്ടിരിക്കും, പെട്ടെന്ന് സ്വരം കട്ടാവും, പിന്നെ സ്വരം ഇല്ല. ഇത് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു അല്ലേ? പെട്ടെന്ന് ഉണ്ടായത്. പെട്ടെന്ന് തന്നെ അങ്ങനെ ഉണ്ടായി. കുറച്ച് ഇതായിരുന്നു. പിന്നെ ഡോക്ടർമാരെ കാണിച്ചു, കുറെ ഡോക്ടർമാരെ കാണിച്ചു. ഓപ്പറേഷൻ 3 വർഷങ്ങൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുറെ നാളുകളായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 3 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ തൊണ്ടയിൽ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? ഈ ധ്യാനത്തിന് വന്നിട്ട് അഭിഷേകത്തിൽ ഇത് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അപ്പോൾ എന്ത് ചെയ്തു? ഒരു ദിവസം നേരെ വന്നിട്ട് പറഞ്ഞത് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞ അന്ന് തൊട്ട് പിന്നെ ഇതുവരെ ഇപ്പം എത്ര വർഷമായി? 3 വർഷമായി അല്ലേ? ആ മുല്ലശ്ശേരി കൺവെൻഷൻ കഴിഞ്ഞിട്ട് എത്ര നാളായി? 3 വർഷങ്ങളായിട്ടുണ്ടോ മിനിമം? 2014, 15, 16, 17, 18 ഇതുവരെ ആയിട്ട് പിന്നെ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പൊ നല്ല സ്ഥലമല്ലേ? കുട്ടി ക്ലിയർ അല്ലേ? ക്ലാസ്സിലൊക്കെ പോകാം, ഉത്തരം പറയും, പാട്ട് പാടും. നന്നായിട്ട് പാട്ട് പാടാൻ പറ്റുമോ? ഒരു ചെറിയ പാട്ട് പാടാം. അന്ന് തൊട്ട് ഒരു കുഴപ്പം, സൗണ്ട് സമ്മതം ഒരു കുഴപ്പമില്ല. എന്നൊക്കെ മാതാപിതാക്കൾ കുട്ടിയുടെ ഉള്ളിൽ തന്നെ ആ വിശ്വാസത്തിൻ്റെ കൃപ പ്രവർത്തിക്കാൻ തുടങ്ങി. പിന്നെ കുട്ടികളാണ് പോയി പ്രാർത്ഥനയൊക്കെ സ്വീകരിക്കുന്നത്. അപ്പോൾ മാധുര്യത്തൊക്കെ ഈ ദിവസങ്ങൾ ഇന്നലെ എനിക്കെന്നെല്ലാം ഞാൻ ശ്രദ്ധിച്ചു. ജ്യോതിവാക്കന്മാരെ കൊണ്ടുവരണം. പരീക്ഷ സമയത്ത് രോഗം വരുന്നവർ, പരീക്ഷ സമയത്ത് ഓർമ്മ പോകുന്നവർ, പരീക്ഷയ്ക്ക് ടെൻഷൻ വന്ന് പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് കിട്ടാത്തവർ, എത്ര പഠിച്ചാലും മാർക്ക് കിട്ടാത്തവർ, ബുദ്ധി പഠിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തവർ, പഠനത്തോട് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്തവർ എല്ലാവരും കൊണ്ടുവരാമെന്ന് പറഞ്ഞത് വെറുതെ അല്ല.
ജീവിതത്തിൻ്റെ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറാൻ ഒറ്റ സെക്കൻഡ് മതിയായിരിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാൽ അതാണ് ഈ ആത്മീയ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അനേകം നാളുകളായി കല്യാണം നടക്കാതിരിക്കുന്ന ഈ കൺവെൻഷൻ ഗ്രൗണ്ട് വന്ന് വെഞ്ചിരിപ്പ് ശുശ്രൂഷ പങ്കെടുക്കുന്ന ഒറ്റ നമുക്ക് 40-45 വർഷമായിട്ട് കല്യാണം നടക്കുന്നില്ല. അട്ടപ്പാടിയിൽ ഒരു ദിവസം വന്നു, ഒരു ഏപ്രിൽ മാസത്തിലാണ് വന്നത്. അപ്പോൾ പറഞ്ഞു അടുത്ത ആദ്യ വിളിക്കുമ്പോൾ കല്യാണം നടന്ന് ദമ്പതിയായിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു വിട്ടു. ഏപ്രിൽ പറഞ്ഞു വിട്ട് മെയ് ആദ്യ വെള്ളിയാഴ്ചയാകുമ്പം ദമ്പതികളായിട്ട് അട്ടപ്പാടി വന്നു. അദ്ദേഹം പറയുകയാണ് പട്ടാളത്തിലായതുകൊണ്ട് കല്യാണം കഴിക്കാൻ മറന്നുപോയതാണ്. നാട്ടിൽ വന്ന് എപ്പോഴും കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നു. നാട്ടിൽ വന്നപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളത്. എന്തായാലും ശരി, അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു പ്രാർത്ഥന സ്വീകരിച്ചു. ജീവിതത്തിൽ തടസ്സങ്ങൾ മാറാൻ വേണ്ടി ഒരു ബ്ലെസ്സിങ്, ഒറ്റ ബ്ലെസ്സിങ്, 1/2 മിനിറ്റ്. അതുകൊണ്ട് എന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട ഉപദ്രവങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ വിട്ടുപോയി. പെട്ടെന്ന് കാര്യങ്ങൾ ശരിയായി. അദ്ദേഹം വിവാഹിതനായി ഒരു കുടുംബമായിട്ട് പിറ്റേ മാസം വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ അത് നാളെ നമ്മൾ യുവതി യുവാക്കന്മാർക്കുള്ള പ്രാർത്ഥിക്കുന്ന സമയത്ത് അവരുടെ മേൽ പരിശുദ്ധാത്മാവ് നിറയാനും അവരുടെ പഠനം, ജോലി, വിവാഹം, പിന്നെ അവരുടെ സ്വഭാവത്തിൻ്റെ മണ്ഡലങ്ങൾ ഇതിലൊക്കെ വ്യത്യാസം വരുത്താനും പരിശുദ്ധാത്മാവിന് കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ടുള്ള ശുശ്രൂഷയാണ് നാളത്തെ ശുശ്രൂഷ. എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ നാലാമത്തെ കൃപ. എന്താ പറയണമെന്നറിയാവോ? പരിശുദ്ധാത്മാവിൻ്റെ അടുത്ത കൃപ നമ്മൾ പറയുകയാണ് യോഹന്നാൻ 14:26. ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകതയാണ് പഠിപ്പിക്കുന്ന ആത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും, എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കും. ഹിന്ദി ബുദ്ധിമുട്ടുള്ളവരുണ്ട്, ഫിസിക്സ് ബുദ്ധിമുട്ടുള്ളവരുണ്ട്, കണക്ക് ബുദ്ധിമുട്ടുള്ള, അതിനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളൊക്കെ പിന്നെ കുട്ടികൾക്ക് വളരെ എളുപ്പമായി തീരുന്നത് അനേകം കുട്ടികൾ വന്ന് സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാനത് ഓർമ്മിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഇരിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികളോട് യുവതിവാക്കന്മാരുടെ അച്ഛൻ 10-30 വർഷത്തെ അനുഭൂതി എന്ന് പറയാണ്. നിങ്ങൾക്ക് വിഷമമുള്ള പഠന മേഖലകളെ എളുപ്പമാക്കി തരാൻ പരിശുദ്ധാത്മാവിന് കഴിയും. ഇത് ഞാനല്ല, ഈശോയാണ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ 14:26. എന്താ വചനത്തിൽ വായിക്കുന്നത്? എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് ആത്മീയ കാര്യങ്ങൾ എല്ലാം, അങ്ങനെയാണോ? അല്ല, പിന്നെ എങ്ങനെയാ? എല്ലാ കാര്യങ്ങളും. ഫിസിക്സ് യെസ്, ശുശ്രൂഷ യെസ്, വചനം യെസ്, കണക്ക് യെസ്, എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും, അനുസ്മരിപ്പിക്കും, ഓർമ്മപ്പെടുത്തി തരും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നും നാളെയായിട്ട് കുട്ടികളെ പരിശുദ്ധാത്മാവിന് സമർപ്പിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ അടിമ വെച്ച്, പരിശുദ്ധാത്മാവിൻ്റെ സ്വന്തമാക്കി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ യുവതിവാക്കന്മാരെയും കുട്ടികളെയും കുട്ടിനാൾ വരുമ്പോൾ കുറേ ആവശ്യമുള്ള സാധനം അവനോട് എടുത്തോളണം എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ. കാരണം ഏത് ഞെരുക്കം വന്നാലും ശരി നമ്മൾ വിട്ടുപോകണ പ്രശ്നമില്ല. നമ്മൾ കഷ്ടതയാണെങ്കിൽ കഷ്ടത, സന്തോഷമാണെങ്കിൽ സന്തോഷം, എന്തുവാണെങ്കിലും നമ്മളിത് തീർത്തിട്ട് പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആ കാര്യം നിങ്ങളൊന്ന് പഠിപ്പിക്കുകയാണ്. യെശയ്യായുടെ പുസ്തകം 54-ാം അധ്യായത്തിൽ 13-ാമത്തെ തിരുലിഖിതം. ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. യെശയ്യ 54:13 എന്താ പഠിപ്പിക്കുന്നത് അറിയാവോ? കർത്താവ് പറയാണ്, വചനം വെളിപ്പെടുത്തുകയാണ്, കർത്താവ് നിന്റെ പുത്രന്മാരെ പഠിപ്പിക്കും, അവർ ശ്രേയസ്സാർജിക്കും. കർത്താവ് നിന്റെ പുത്രന്മാരെ പഠിപ്പിക്കും, അവർ ശ്രേയസ്സാർജിക്കും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അവർക്ക് തക്ക സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്നൊരു ജ്ഞാനം കിട്ടും. എന്താണ് ചെയ്യേണ്ടതെന്നൊരു ജ്ഞാനം കിട്ടുന്നത് വചനം കേൾക്കുമ്പോഴും അതുപോലെ ഈ ബ്ലെസ്സിങ്സ് സ്വീകരിക്കുന്ന സമയത്താണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു കുടുംബം, ഒരു വലിയ കുടുംബമാണ്. ഞാൻ ഒരു വലിയ ധ്യാനകേന്ദ്രത്തിലാണ്, തിരുവിതാംകൂറിലുള്ള ഒരു ധ്യാനകേന്ദ്രത്തിന് അടുത്തുള്ളൊരു വീടാണ്. എന്നെ വിളിച്ചുകൊണ്ട് പോയി. ഞാൻ ചെന്ന് കണ്ടപ്പോൾ കൊട്ടാരം പോലൊരു വീട്. അപ്പോൾ ഞാൻ ചോദിച്ചത്, എന്താ ഇത് 2 പേർക്ക് താമസിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാനല്ല, എൻ്റെ മോൻ്റെ നിർബന്ധമെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, എന്താ മോൻ്റെ നിർബന്ധം? മോൻ ഇവിടെ ഒരു തരികടയായിട്ട് നടക്കുകയായിരുന്നു. ആ തരികടനെ എവിടെ കൊണ്ടായാലും തലതെറിച്ച സന്തതി എന്നാണ് എല്ലാവരും അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഇപ്പോൾ ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടുപോയാൽ ധ്യാനകേന്ദ്രത്തിൽ ഇരിക്കുകയില്ല, അത് പുറത്തുകൂടെ ചാടി റബ്ബർ തോട്ടത്തിൽ കൂടെ നടന്ന് എല്ലാ റബ്ബറും വലിച്ചു കുറച്ചിടും, ചിരട്ടയൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് കളയും. അല്ലെങ്കിൽ അങ്ങനെ എന്തെല്ലാം കുസൃതി കാണിക്കാം അതെല്ലാം കാണിക്കും. നാട്ടുകാർ മുഴുവൻ ഇതിനെ കൊണ്ട് അമ്മേനെ ചീത്ത വിളിക്കും. ഇതിനെന്തിനാ വീട്ടിൽ ഇരുത്തി കൊണ്ടുവരണം, ഇതിന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചോദിച്ചിട്ട് എല്ലാം വഴക്ക് പറയും. പോകുന്ന വഴിക്ക് ആരെങ്കിലും കണ്ട് ചവിട്ട് കൊടുക്കും. അങ്ങനത്തെ ദ്രോഹബുദ്ധി, നശീകരണ ബുദ്ധി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാലും ഈ അമ്മ ധ്യാനത്തിന് കൊണ്ടുപോകും, എഴുമുട്ടത്ത് കൊണ്ടുപോകും, അവിടെ ഇവിടെയൊക്കെ പല സ്ഥലത്തും കൊണ്ടുപോകും. അപ്പോൾ
ഒരു ദിവസം ഇതുപോലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടി. അഭിഷേകം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ സ്വഭാവം മാറി. 6ാം ക്ലാസ് തൊട്ട് പഠിക്കാൻ തുടങ്ങി. 7ാം ക്ലാസ് പഠനം കൂടി. 8ാം ക്ലാസ് 9ാം ക്ലാസ് ഭയങ്കരമായിട്ട് പഠിച്ചു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അതിന് പരിശുദ്ധാത്മാവിൽ പ്രതിഷ്ഠിച്ചതാണ്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അതിന് ശരിക്കും ഒരു കോഴ്സ് എടുക്കാൻ തോന്നി. അത് വേഗം പഠിച്ച് ഡിഗ്രി കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ കുവൈറ്റിൽ പോയി ജോലി കിട്ടി. അവിടുത്തെ ഏറ്റവും ടോപ്പായിട്ടുള്ള കമ്പനിയുടെ ഉന്നത സ്ഥാനത്തേക്ക് ഉയർന്നു. നല്ല ശമ്പളം. അപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു, ധ്യാനം വചനം എപ്പോഴും കേൾക്കുന്ന സ്ഥലത്തിന് അടുത്ത് വീട് സ്ഥലം വാങ്ങി വീട് വെക്ക്, എന്നിട്ട് കല്യാണം. അങ്ങനെ വലിയൊരു കൊട്ടാരം പോലെ വീട് വെച്ചിട്ടാണ് കല്യാണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പം പറഞ്ഞു, ഇത് വചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കുട്ടികളെ പ്രതിഷ്ഠിക്കുമ്പോൾ കുട്ടികൾക്ക് മാറ്റം വരുമെന്ന് എല്ലാവരും അറിയാൻ വേണ്ടിയാണ് ഈ വീട് വെക്കണമെന്ന് പറഞ്ഞിട്ടാണ് ആ ചെറുപ്പക്കാരൻ ആ വീട് അവിടെ വെച്ചിരിക്കുന്നത്. എന്നെ കുറിച്ചുകൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊരു സത്യമാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ നൊവേന ചൊല്ലി പ്രാർത്ഥിച്ചു നോക്കിക്കേ. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മാവ് വന്നാൽ പിന്നെ തിരഞ്ഞെടുക്കേണ്ടത് എന്താണെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. 10ാം ക്ലാസ് കഴിഞ്ഞ് എന്ത് ചെയ്യണം, +2 കഴിഞ്ഞ് എന്ത് ചെയ്യണം, ഡിഗ്രിക്ക് ഏത് വിഷയം എടുക്കണം, ഏത് വഴിക്ക് ചെന്നാൽ ജോലി കിട്ടണത്, ജോലി കിട്ടിയാൽ എന്താണ് ചെയ്യേണ്ടത്. ജോലി കിട്ടിയാൽ ചിലർ കുപ്പി വാങ്ങി കുടിക്കാൻ തുടങ്ങും. ഈ കുട്ടിക്ക് അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. ഈ കുട്ടിക്ക് അപ്പോൾ എന്ത് ചെയ്തു, ദേവാലയത്തിൽ പോയി കൂടുതൽ മണിക്കൂറുകൾ ആരാധനയ്ക്ക് ഇരിക്കാൻ തോന്നുക. അതാണ് പരിശുദ്ധാത്മാവ് ഈ കുട്ടിക്ക് നമ്മുടെ ഉള്ളിൽ പറഞ്ഞു തരും. ഈ കുട്ടി എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ കുട്ടി എന്നല്ല, ചെറുപ്പക്കാരനാണ്, വിദേശ രാജ്യത്താണ്, പണമുണ്ട്, എല്ലാ സംവിധാനമുണ്ട്, ജോലിയുണ്ട്, ആരോഗ്യമുണ്ട്. പക്ഷേ ആവശ്യമില്ലാത്ത ഒന്നിനും തോന്നണില്ല. എന്താ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നയിക്കുകയാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. വിശുദ്ധ വിൻസെൻ്റ് പള്ളോട്ടി എന്ന് പറഞ്ഞൊരു വിശുദ്ധനുണ്ട്. ആ വിശുദ്ധന് ആ ചെറുപ്പകാലത്ത് ഒരു വസ്തു തലയിൽ കയറാത്ത ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ വിൻസെൻ്റ് പള്ളോട്ടി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അമ്മ ഈ കുട്ടീനെ കൊണ്ട് എല്ലാ പള്ളികളിലൂടെയും പോകും. അപ്പോൾ അച്ഛന്മാരെല്ലാം ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തെങ്കിലും ഒരു ദിവസം ഒരു അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ നൊവേന ചൊല്ലിയാൽ ഈ കുട്ടി രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമ്മ ഈ കുട്ടിക്ക് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ നൊവേന ചൊല്ലി. 9ാമത്തെ ദിവസം കുട്ടിയുടെ മേൽ ഒരു വെളിച്ചം വന്നു നിറഞ്ഞു. അന്ന് തൊട്ട് കുട്ടിക്ക് ആ ഒരു സ്വഭാവം മാറി, നല്ല സ്വഭാവം വന്നു, പഠിക്കാൻ തുടങ്ങി, നന്നായി പാസ്സായി. അദ്ദേഹം അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പൂർത്തിയാക്കി വൈദികനായി, ഒരു മഹാവിശുദ്ധനായി മാറി. അതിൻ്റെ തുടക്കം ഒരു അച്ഛൻ പറഞ്ഞു കൊടുത്ത് പരിശുദ്ധാത്മാവിൻ്റെ നൊവേന ചൊല്ലി കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. വിശുദ്ധ ഫിലിപ്പ് നേരി ഒരു ആണെങ്കിലും ഒരു പെന്തക്കോസ്ത് തിരുനാളിനനുബന്ധിച്ച് വിശുദ്ധ ഫിലിപ്പ് നേരി പരിശുദ്ധാത്മാവിൻ്റെ നൊവേന ചൊല്ലാൻ ഇങ്ങനെ ആളുകൾ അത് ചെല്ലാൻ തുടങ്ങി. അപ്പം നൊവേന തീരുന്ന ദിവസം വിശുദ്ധ ഫിലിപ്പ് നേരി ഇരിക്കുന്ന സമയത്ത് ഇതാ ഒരു അഗ്നിഗോളം വന്ന് വായിലൂടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അന്ന് തൊട്ട് ഈ വിശുദ്ധ ഫിലിപ്പ് നേരിയുടെ ഹൃദയം ദൈവസ്നേഹം കൊണ്ട് പിടിക്കാൻ തുടങ്ങി. ഈ 3 വാരിയലുകൾ പൊട്ടി. എന്നിട്ട് ഇങ്ങനെ ഒരു കൈ ഇങ്ങനെ ചുരുട്ടി പിടിക്കുമ്പോൾ എത്ര വലുപ്പമാണ് അതുപോലെ ഇങ്ങനെ വളഞ്ഞിരുന്നു. എന്നിട്ട് മരിച്ചപ്പോൾ ഡോക്ടർമാർ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ പറഞ്ഞ് ഈ 3 വാരിയലുകൾ വളഞ്ഞിങ്ങനെ ഇരിക്കുക, ഈ ഹൃദയം പിടിച്ചിട്ട്. അതായത് ദൈവത്തെക്കുറിച്ച് കേട്ട അപ്പം തന്നെ ഹൃദയം കിടന്ന് പിടിക്കാൻ തുടങ്ങും. ദൈവസ്നേഹത്തിൻ്റെ ഒരു അനുഭവം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഇനി നമ്മൾ ആരാധന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് നമ്മൾ ഓഫറിങ് സമർപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനത്തിൻ്റെ 4ാം ദിവസമാണ്. പെട്ടെന്ന് തന്നെ നമ്മൾ ഓഫറിങ് സമർപ്പിച്ച് ആരാധന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ഈ ആരാധനയുടെ സമയത്ത് നമ്മൾ പ്രത്യേകം കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്ന കുട്ടികൾക്ക് വേണ്ടി, അല്ലാത്ത ഓരോ തരത്തിലുള്ള അന്ധകാരപ്പീടുകളുള്ള കുട്ടികൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ നമുക്ക് ഓഫറിങ് സമർപ്പിക്കാം. നിങ്ങളിന്ന് സമർപ്പിക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന ഓഫറിങ് കൈകളിലെടുക്കുക. ശുശ്രൂഷകർ ഞെരുക്കമുണ്ടെന്ന് അറിയാം, എന്നാലും ശരി, നിങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ സാധിക്കുന്നത് പോലെ ഇപ്പോൾ ഓഫറിങ് എടുക്കാൻ വേണ്ടി നിങ്ങളൊന്ന് പരിശ്രമിക്കുക. ഇപ്പം നമ്മൾ എല്ലാവരും എഴുന്നേൽപ്പിച്ച് നിർത്തി കഴിയുമ്പോൾ മതി. ഇപ്പം നിങ്ങൾ ഓഫറിങ് സമർപ്പിക്കാനുള്ളത് കയ്യിലെടുത്തതിന് ശേഷം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. എല്ലാവരും എഴുന്നേറ്റ് നിന്നു. നമ്മളിന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവെ, ഇന്ന് ഈ ആരാധനയുടെ സമയത്ത് ഇവരെല്ലാവരെയും പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കുകയാണ്. ഈ കുട്ടികളെല്ലാം പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കുകയാണ്. നാളെയും ഇന്നും വിദ്യാർത്ഥിനികൾ, യുവക്കന്മാരെയും കുടുംബങ്ങളെയും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകൾ നടക്കുമ്പോൾ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണം. ദേശത്തിൻ്റെ അവസ്ഥകൾ മാറണം. യുവക്കന്മാരുടെ ഭാവി അത്ഭുതകരമായി വ്യത്യാസപ്പെടണം. കർത്താവെ, ഒരു 90 ഡിഗ്രി ചേഞ്ച് ഉണ്ടാകണം. അതിനുവേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്.